ഇതാണ് നമ്മുടെ പ്ലാൻ, റിയ പറഞ്ഞു. അവൾ ഒരു A4 കടലാസ് എൻ്റെ നേരെ നീക്കി വെച്ചു. ചാണക്യ ഹോട്ടലിലെ താക്ഷില റെസ്റ്റോറൻറ്റിൽ ഡിന്നർ കഴിക്കാൻ എത്തിയതാണ് ഞങ്ങൾ. ഒരാഴ്ചയ്ക്ക് ശേഷമാണ് കണ്ടുമുട്ടുന്നത്. തിങ്കൾ മുതൽ വെള്ളി വരെ ഞാൻ ഡുംറാവിൽ കഴിച്ചുകൂട്ടിയ ശേഷം. വെയിറ്റർ ഓർഡർ എടുക്കാൻ അടുത്തെത്തി. സാധാരണ പരിപ്പ് കറിയും ഫുൽക്ക റൊട്ടിയുമാണ് റിയ ഓർഡർ ചെയ്തത്. വീട്ടിലെ ഭക്ഷണം കിട്ടാഞ്ഞിട്ട് വിഷമം തോന്നുന്നു, അവൾ പറഞ്ഞു. എനിക്ക് വിഷമം തന്നെ കാണാൻ കിട്ടാഞ്ഞിട്ടായിരുന്നു എന്ന് പറയണമെന്ന് തോന്നിയെങ്കിലും മിണ്ടിയില്ല. ഡുംറാവിൽ കഴിഞ്ഞ 5 ദിവസങ്ങൾ 5 ജീവപര്യന്ത തടവുകൾ ഒന്നനുഭവിച്ചതുപോലെയായിരുന്നു. ശരിയാണ്, പരിപ്പ് കറി എനിക്കും ഇഷ്ടമാണ്, ഞാൻ പറഞ്ഞു. എന്നിട്ട് റിയ തന്ന കടലാസ് കയ്യിലെടുത്ത് നോക്കി. ആക്ഷൻ പ്ലാൻ ഓപ്പറേഷൻ ഗേറ്റ്സ്. ലക്ഷ്യം: അമേരിക്കക്കാരുടെ ഒരു സദസ്സിന് മുന്നിൽ 10 മിനിറ്റുള്ള ഒരു പ്രസംഗം ഒഴുക്കോടെ നടത്തണം. 10 മിനിറ്റ്, ഏകദേശം 600 വാക്ക്. ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ: അവതരണം: ആത്മവിശ്വാസം, ഭാഷാശൈലി, ഉച്ചാരണം, പറയുന്നതിൻ്റെ ഒഴുക്ക്, ഇടയ്ക്കുള്ള നിർത്തലുകൾ, കണ്ണുകളിലേക്കുള്ള നോട്ടം. ഉള്ളടക്കം: യുക്തിയുക്തമായ ആശയങ്ങൾ, വികാരപ്രകടനം, സഹായത്തിനുള്ള അഭ്യർത്ഥന. ഞാൻ റിയയുടെ നേരെ മുഖമുയർത്തി നോക്കി. ഇതൊക്കെ താൻ കമ്പ്യൂട്ടറിൽ അടിച്ചുണ്ടാക്കിയതാണോ? അല്ല, രാത്രി ചില യക്ഷികൾ വന്നു ചെയ്തതാ. മുഴുവൻ വായിച്ചു നോക്കൂ മാഷേ. ഞാൻ വീണ്ടും കടലാസിലേക്ക് ശ്രദ്ധ തിരിച്ചു. ടോപ്പ് 10 ടൂൾസ്. 1. പ്രധാനപ്പെട്ട പ്രസംഗങ്ങളുടെ യൂട്യൂബ് വീഡിയോകൾ. 2. സംഭാഷണം അടിയിൽ എഴുതി കാണിക്കുന്ന ഇംഗ്ലീഷ് സിനിമകൾ കാണുക. 3. ഇംഗ്ലീഷ് മാത്രം പറയുന്ന ദിവസങ്ങൾ, അന്ന് ഹിന്ദി പറയാനേ പാടില്ല. 4. പ്രസംഗത്തിൻ്റെ വിഷയം ആദ്യം ഹിന്ദിയിൽ തയ്യാറാക്കുക. 5. ഓരോരോ ദിവസത്തെയും ഒരു വോയിസ് ഡയറി ഫോണിൽ റെക്കോർഡ് ചെയ്യുക. 6. ഇംഗ്ലീഷിൽ തന്നെ ചിന്തിക്കുക. 7. ഇംഗ്ലീഷിലുള്ള ടെലിവിഷൻ ചർച്ചകൾ കാണുക. 8. കോൾ സെൻ്ററുകളിൽ വിളിച്ച് കാര്യങ്ങൾ അറിയാൻ ഇംഗ്ലീഷ് ഭാഷ തിരഞ്ഞെടുക്കുക. 9. റോഡിലെ പരസ്യപ്പലകകളിൽ ഇംഗ്ലീഷ് പരസ്യങ്ങൾ ഉറക്കെ വായിക്കുക. 10. ലളിതമായ ഇംഗ്ലീഷ് നോവലുകൾ വായിക്കുക. ഞാൻ അറിയാതെ ചൂളം വിളിച്ചുപോയി. ഇത് വ്യത്യസ്തമായ ഒരു സമീപനമാണ്, റിയ പറഞ്ഞു. ചെയ്യാനുള്ള 10 കാര്യങ്ങളെക്കുറിച്ചും അവൾ പറഞ്ഞു. പിന്നെ 10 മിനിറ്റ് നിർത്താതെ സംസാരിച്ച് ഓരോ കാര്യങ്ങളും വിശദീകരിച്ചു തന്നു. അവസാനമായി ലളിതമായ ഇംഗ്ലീഷ് നോവലുകൾ വായിക്കണം. ഉദാഹരണത്തിന്, എന്താണ് ആ എഴുത്തുകാരൻ്റെ പേര്? ചേതൻ ഭഗത്, റിയ പറഞ്ഞു നിർത്തി. ഞാൻ അവളുടെ മുഖത്തു നിന്നും കണ്ണെടുക്കാതെ ഇരുന്നു. എന്നത്തെയും പോലെ സുന്ദരം. ഇവളുടെ മുഖം കണ്ട് ഇനിയും വീണു പോവല്ലേ, തലച്ചോറിനകത്ത് ആരോ വിളിച്ചു കൂവി. എന്നാൽ പിന്നെ നമുക്ക് തുടങ്ങിക്കളയാം. എന്നോട് ഇംഗ്ലീഷിൽ സംസാരിക്കൂ. ഞാൻ ഇംഗ്ലീഷിലേക്ക് മാറി. അതായത് അന്നൊക്കെ എനിക്കറിയാമായിരുന്ന മുറി ഇംഗ്ലീഷിൽ. ഞാൻ പറയുന്ന ഓരോ വാചകവും റിയ തിരുത്തിക്കൊണ്ടിരുന്നു. വളരെ ശാന്തമായി, യാതൊരു പരിഹാസവുമില്ലാതെയാണ്. ധൈര്യമായി പറഞ്ഞോളൂ. ഇടയ്ക്ക് വല്ല തെറ്റും കണ്ടാൽ ഞാൻ തിരുത്തിത്തരും. ഇയാൾ പറയുന്നത് മനസ്സിലാവാഞ്ഞിട്ടല്ല, പറയുന്നത് ശരിയാവണം എന്ന നിർബന്ധം കൊണ്ടാ. താങ്ക്സ്. അയ്യടാ, ആ പറഞ്ഞ വാക്ക് കറക്റ്റായി, റിയ പറഞ്ഞു. ഞാൻ ചിരിച്ചുപോയി. അവൾ എന്നെക്കൊണ്ട് വെയിറ്ററോട് ഇംഗ്ലീഷിൽ സംസാരിപ്പിച്ചു. വെയിറ്ററുടെ ഇംഗ്ലീഷ് എൻ്റേതിനേക്കാൾ മോശമായിരുന്നതുകൊണ്ട് എനിക്ക് വലിയ വിഷമം തോന്നിയില്ല. എന്തായാലും അയാൾ അടുത്തു ചുറ്റിപ്പറ്റി നിൽക്കുന്നിടത്തോളം റിയ എന്നെ തിരുത്തിയില്ല. സ്വീറ്റ് ലേറ്റർ, വെയിറ്റർ നടന്നു മാറുമ്പോൾ ഞാൻ പറഞ്ഞു. വി വിൽ ഓർഡർ ദി സ്വീറ്റ് ഡിഷ് ലേറ്റർ, റിയ എന്നെ തിരുത്തിക്കൊണ്ട് നല്ല ഇംഗ്ലീഷിൽ പറഞ്ഞു. സ്വീറ്റ് ഡിഷ് എന്നതിന് പകരം ഡെസേർട്ട് എന്നും പറയാം. അതിന് മരുഭൂമി എന്നല്ലേ അർത്ഥം? ഇത് വേറെ വാക്കാണ്. രണ്ടും ഏതാണ്ട് ഒരുപോലിരിക്കും. ഇതാണ് എനിക്ക് ഇംഗ്ലീഷിനോട് ദേഷ്യം. ഹിന്ദിയിൽ ഇത്തരം പ്രശ്നങ്ങളൊന്നുമില്ല. ഹിന്ദി ഉഗ്രൻ ഭാഷ തന്നെ. പറയുന്നത് പോലെ തന്നെ എഴുതിയാൽ മതി. ഉച്ചാരണം വേറെ പഠിക്കേണ്ട ആവശ്യവുമില്ല. സോ വൈ ഡസൻറ്റ് എവരിവൺ സ്പീക്ക് ഹിന്ദി? ഞാൻ ചോദിച്ചു. ബിക്കോസ് എന്തോ പറഞ്ഞു തുടങ്ങിയ റിയ പെട്ടെന്ന് നിർത്തി. ഓ മൈ ഗോഡ്, ഈ ചോദ്യം ഇയാൾ ഒരു തെറ്റുമില്ലാതെയാണ് ചോദിച്ചത്. മാധവ് ഇപ്പോൾ ഒരു തെറ്റുമില്ലാത്ത ഇംഗ്ലീഷാണ് പറഞ്ഞത്. തെറ്റുമോ എന്ന് ശങ്കിക്കാതെ പറയുമ്പോൾ ഒരു തെറ്റും വരില്ല. ഞാൻ അഭിമാനം മുഖത്ത് കാട്ടാതിരിക്കാൻ ശ്രമിച്ചു.
നമ്മളിതു ശരിയാക്കിയെടുക്കും മാധവ്, റിയ പറഞ്ഞു. എന്നിട്ട് മേശപ്പുറത്ത് വച്ച എൻ്റെ കയ്യിൽ പതുക്കെ തട്ടി. നമ്മുടെ കാര്യവും ശരിയാക്കിയെടുക്കാമോ? ഞാൻ ഉള്ളിൽ ചോദിച്ചു. അപ്പോൾ തന്നെ ഉള്ളിൽ നിന്ന് ഒരു മുന്നറിയിപ്പും ഉയർന്നു വന്നു. ഇവളുമായി ഇനിയും പ്രണയത്തിൽ ചെന്ന് ചാടല്ലേ. അതിന് ഇവളുമായുള്ള പ്രണയത്തിൽ നിന്ന് ഒരിക്കലും പുറത്തു വന്നിട്ടില്ലല്ലോ. ഉള്ളിൽ നിന്നും തന്നെ മറ്റൊരു ശബ്ദം തർക്കുത്തരം പറഞ്ഞു, വല്ലാത്തൊരു ചിരിയോടെ. ഡോൾഫിനോ? പട്നയിലോ? റിയ ചോദിച്ചു. അതെ, പുഴവെള്ളത്തിൽ ജീവിക്കുന്ന ഡോൾഫിനുകൾ ഗംഗാനദിയിലുണ്ട്. തനിക്ക് ഭാഗ്യമുണ്ടെങ്കിൽ കാണാൻ പറ്റും, ഞാൻ പറഞ്ഞു. ഒരു ഞായറാഴ്ച വൈകുന്നേരം റിയയെ പട്ന കോളേജിനടുത്തുള്ള ഗംഗാഷട്ട് കാണിക്കാൻ കൊണ്ടുവന്നതായിരുന്നു. അശോക് രാജ്പഥിനടുത്താണ്. അക്കരെയുള്ള മണൽത്തിട്ടയിലേക്ക് ബോട്ട് സവാരി നടത്താം. ഒരാൾക്ക് 20 രൂപ. ബോട്ടിലേക്കുള്ള നടന്നു കയറാൻ വെച്ച നടപ്പലകയിൽ ബാലൻസ് കിട്ടാനായി റിയ എൻ്റെ കയ്യിൽ പിടിച്ചു. പെട്ടെന്ന് അടിയൊന്നു തെറ്റിയപ്പോൾ അവളുടെ പിടുത്തം മുറുകി. അപ്പോൾ എൻ്റെ മനസ്സിൽ ഒരൊറ്റ പ്രാർത്ഥനയുണ്ടായിരുന്നുള്ളൂ, ഈ പലക ഒരിക്കലും അവസാനിക്കരുതേ. ഞങ്ങൾ ബോട്ടിൽ കയറിയിരുന്നു. ഡീസൽ എഞ്ചിൻ മുരണ്ടുണർന്നു. പരസ്പരം പറയുന്നതൊന്നും കേൾക്കാൻ പറ്റാതായി. സൂര്യൻ അസ്തമയത്തിലേക്ക് നീങ്ങുകയാണ്. ആകാശത്തിനും നദിയുടെ പരപ്പിനും റിയയുടെ മുഖത്തിനും ഇപ്പോൾ തീനാളത്തിൻ്റെ തിളക്കം. അക്കരെ എത്തിയപ്പോൾ ഞങ്ങൾ മൺതിട്ടയിലേക്കിറങ്ങി ടീ സ്റ്റോളുകൾക്ക് നേരെ നടന്നു. ചായ കുടിക്കാൻ വരുന്നവർക്ക് വേണ്ടി പണിതുവെച്ച മുള ഷെഡുകളിലൊന്നിൽ കയറിയിരുന്നു. എന്തു ഭംഗിയാ ഈ സ്ഥലം, റിയ ദീർഘമായി നിശ്വസിച്ചു. ഈ സിറ്റിയിൽ ശാന്തമായി ഇരിക്കാൻ പറ്റിയ ഒരേയൊരു സ്ഥലമാണ്, ഞാൻ പറഞ്ഞു. ഞങ്ങൾ നിശബ്ദരായി നദിയിലെ ഓളങ്ങൾ നോക്കിയിരുന്നു. എൻ്റെ കയ്യിൽ നിന്ന് അവളുടെ കയ്യിലേക്ക് 1 ഇഞ്ച് മാത്രം. ആ കയ്യിൽ പിടിച്ചാൽ ഇഷ്ടപ്പെടാതെ വരുമോ? എന്തായാലും നേരത്തെ പലകയിൽ കയറിയപ്പോൾ അവൾ എൻ്റെ കയ്യിൽ പിടിച്ചതല്ലേ. പക്ഷേ പലകയിൽ വീഴാതിരിക്കാൻ കയ്യിൽ പിടിക്കേണ്ടത് അവളുടെ ആവശ്യമായിരുന്നു. അപ്പോൾ അതിൻ്റെ അർത്ഥം വേറെയാവും. പെണ്ണുങ്ങൾ ആ രീതിയിലേ ചിന്തിക്കൂ. എന്നാലും ഭാഗ്യം പരീക്ഷിക്കാൻ തന്നെ ഞാൻ തീരുമാനിച്ചു. കളിയിലെന്ന വണ്ണം ഞാൻ കൈ പതുക്കെ അവളുടെ കൈയിനടുത്തേക്ക് നീക്കി. അത് തിരിച്ചറിഞ്ഞ വണ്ണം അവൾ കൈ മാറ്റിവെച്ചു. ഈ പെണ്ണുങ്ങൾക്ക് എങ്ങനെയാണിത് സാധിക്കുന്നത്? പാറ്റയ്ക്കും ഈച്ചയ്ക്കുമെല്ലാം ഉള്ളതുപോലെ ഇവർക്കുമുണ്ടോ ആൻറ്റിന? അതോ അവരുടെ ചിന്തയിലും ആ ചിന്ത തന്നെയാണോ? അല്ലെങ്കിൽ ഇത്രയും വേഗത്തിൽ പ്രതികരിക്കാൻ എങ്ങനെ അവർക്ക് സാധിക്കുന്നു? പ്രസംഗം തയ്യാറാക്കുന്ന പണി തുടങ്ങിയോ? എന്നെ ചിന്തയിൽ നിന്നുണർത്തിക്കൊണ്ട് റിയ ചോദിച്ചു. ഏതാണ്ട് ഒരുവിധം. ഞാൻ പോക്കറ്റിൽ നിന്ന് കുറച്ച് കടലാസുകൾ എടുത്തു നീട്ടി. പ്രസംഗത്തിൽ പറയാനുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഹിന്ദിയിലുള്ള കുറിപ്പുകളായി എഴുതി വച്ചിരുന്നു. സ്കൂളിന് ടോയ്ലറ്റുകളും കസേരകളും ബ്ലാക്ക് ബോർഡുകളും വേണം. റിയ ഉറക്ക വായിച്ചു. എന്നിട്ട് എൻ്റെ നേരെ നോക്കി. മാധവ്, കുറച്ചുകൂടി കാര്യങ്ങൾ വേണം. ഇതിപ്പോൾ ആവശ്യങ്ങളുടെ ലിസ്റ്റ് മാത്രമേ ആയുള്ളൂ. ഞാൻ ഇത് ശരിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. വരുന്നത് സാക്ഷാൽ ബിൽ ഗേറ്റ്സ് ആണ്. പോകുന്നിടത്തൊക്കെ അദ്ദേഹത്തോട് ആളുകൾ ഓരോന്ന് ആവശ്യപ്പെടും. നമുക്ക് ചെയ്യേണ്ടത് നേരിട്ടൊന്നും ആവശ്യപ്പെടാതെ തന്നെ ധനസഹായം നേടിയെടുക്കുക എന്നതാണ്. ഒന്നും ആവശ്യപ്പെടാതെയോ? അതെ, നേരിട്ട് ആവശ്യപ്പെടരുത്. അങ്ങനെ ചെയ്താൽ നമ്മൾ ആവശ്യക്കാരായി തോന്നും. ഞാൻ അവളെ ഒന്നിരുത്തി നോക്കി. ഇതേ കാരണം കൊണ്ടാണോ ഇവൾ മുമ്പ് എന്നെ വിട്ടുപോയത്? ചിലപ്പോഴൊക്കെ എൻ്റെ വർത്തമാനം അങ്ങനെയാണ്. കേട്ടാൽ വല്ലാത്ത ആവശ്യക്കാരനാണെന്ന് തോന്നും, ഞാൻ പതിഞ്ഞ ശബ്ദത്തിൽ പറഞ്ഞു. ഞാൻ ഉദ്ദേശിച്ചത് എന്താണെന്ന് മനസ്സിലായെങ്കിലും അവളത് സമ്മതിച്ചു തന്നില്ല. തെല്ലൊന്നും മിണ്ടാതിരുന്നതിന് ശേഷമേ തുടർന്നുള്ളൂ എന്ന് മാത്രം. ഈ സായിപ്പുമാർ നമ്മളെപ്പോലെയല്ല. നല്ല ആത്മവിശ്വാസ്യതയും പ്രസന്നതയും ഉണ്ടെന്ന് തോന്നിച്ചാലേ രക്ഷയുള്ളൂ. നിവൃത്തികേട് കൊണ്ടാണെന്ന തോന്നലുണ്ടാകരുത്. ബാക്കി കൂടി വായിക്കൂ. വേറെ കാര്യങ്ങളും ഞാൻ പറയുന്നുണ്ട്. സ്കൂൾ എങ്ങനെയാണ് ഉണ്ടായത് എന്നും മറ്റും. റിയ എൻ്റെ ചുമലിൽ തട്ടി. ഇത് നന്നായിട്ടുണ്ട്. വിഷമിക്കാനൊന്നുമില്ലെന്നേ. നമുക്ക് 2 പേർക്കും കൂടി ശരിയാക്കിയെടുക്കാം. ഞാൻ ലണ്ടനിൽ താമസിച്ചിട്ടുണ്ട്. ധാരാളം അമേരിക്കക്കാരെയും കണ്ടിട്ടുണ്ട്. ഈ സായിപ്പുമാരുടെ മനസ്സ് എനിക്കറിയാം. ലണ്ടനിലെ ജീവിതം എങ്ങനെയായിരുന്നു? ഞാൻ ചോദിച്ചു. ഇരുണ്ടുവരുന്ന അന്ത്യവെളിച്ചത്തിൽ അവളെ ശരിക്കും കാണാൻ വയ്യ. ശരിക്കുമുള്ള റിയ സ്റ്റൈലിൽ അവൾ മിണ്ടാതെയായി. സാരമില്ല, ഞാൻ രണ്ടാമതും ചോദിച്ചില്ല. ഇനി മടങ്ങിയാലോ? റിയ തലകുലുക്കി. ഞങ്ങൾ ബോട്ടിൽ കയറാനുള്ള നടപ്പാലത്തിലെത്തി. ആ മരപ്പലക ഇരുട്ടത് കൂടുതൽ അപകടകരമായി തോന്നി. അവൾ വീണ്ടും എൻ്റെ കൈ പിടിച്ചു. എൻ്റെ ഭാവനയിൽ തോന്നിയതാണോ എന്നറിയില്ല. ഇത്തവണ ആ പിടുത്തത്തിൻ്റെ മുറുക്കം കൂടിയതുപോലെ.
അവളുടെ വിധേയത്വം കൂടിയതുപോലെ. അവൾക്ക് ഇഷ്ടമില്ലാത്ത ഒരു വാക്കുപയോഗിച്ചാൽ കൂടുതൽ ആവശ്യക്കാരിയായതുപോലെ. മറ്റു യാത്രക്കാരിൽ നിന്നും ബഹളം വയ്ക്കുന്ന ഡീസൽ എഞ്ചിനിൽ നിന്നും ഞങ്ങൾ കഴിയുന്നത്ര മാറിയിരുന്നു. ലണ്ടൻ കുറച്ചൊക്കെ നന്നായിരുന്നു, റിയ പറഞ്ഞു. നല്ലത് ഏതായിരുന്നു, മോശം ഏതായിരുന്നു എന്ന് ചോദിക്കാൻ തോന്നി. പക്ഷെ മിണ്ടിയില്ല. എത്രമാത്രം ചോദിക്കുന്നുവോ അത്രമാത്രം അവൾ വായടയ്ക്കും. ഞാൻ അവളെ നോക്കി. അവൾ പുഞ്ചിരിച്ചു. പക്ഷേ അതിൻ്റെ തിളക്കം കണ്ണുകളിലില്ല. അവളുടെ ഏതു മുഖഭാവവും എനിക്ക് വായിച്ചെടുക്കാനാവും, ഏതു കൂരിരുട്ടിലും. എൻ്റെ കൈ പിടിച്ചിരുന്നോളൂ, ഞാൻ പറഞ്ഞു. അതെന്തിനാ? ബോട്ട് നീങ്ങുകയല്ലേ, എൻ്റെ മുടന്ന ന്യായം. പക്ഷേ ഇത്തരം മണ്ടം ചോദ്യങ്ങൾക്ക് വേറെന്തു മറുപടി നൽകാനാണ്? അതുകൊണ്ട് ഒന്നുമില്ല, ഞാൻ അകലേക്ക് നോക്കി പറഞ്ഞു. നിശബ്ദത മുറിക്കാൻ എഞ്ചിൻ്റെ മുരൾച്ച മാത്രം. യാത്രയുടെ പകുതി എത്തിയപ്പോൾ അകലെ എവിടെയോ നിന്ന് അമ്പലമണികൾ മുഴങ്ങി. എൻ്റെ കൈയിനടുത്ത് ഒരു സാന്നിധ്യം ഞാൻ അറിഞ്ഞു. എൻ്റെ വിരലുകളുടെ മേൽ അവൾ സ്വന്തം വിരലുകൾ വച്ചു. ഇത്തരം കാര്യങ്ങൾ മുൻകൂട്ടി അറിയാൻ ആണുങ്ങൾക്കുമുണ്ടാവണം ഒരു ആന്റിന. ഞാൻ അവളുടെ നേരെ മുഖം തിരിച്ചില്ല. അവളെ ശരിക്കറിയാമല്ലോ. ഇപ്പോൾ ആ കണ്ണുകളുമായി നോട്ടം ഇടഞ്ഞാൽ ആ നിമിഷം അവൾ കൈ പിൻവലിക്കും. എനിക്ക് ലണ്ടനേക്കാൾ സന്തോഷം ഇവിടെയാണെന്ന് തോന്നുന്നത്, റിയ പറഞ്ഞു. 2 സ്ഥലങ്ങളും തമ്മിൽ അങ്ങനെയൊരു താരതമ്യം നടത്താൻ ഞാൻ ആവശ്യപ്പെട്ടതേയില്ല. എപ്പോഴാണ് താൻ എൻ്റെ വീട്ടിൽ വരുന്നത്? ദൂരേക്ക് തന്നെ കണ്ണു നട്ടിരുന്നാണ് എൻ്റെ ചോദ്യം, ഓരോ വാക്കും ശ്രദ്ധയോടെ തിരഞ്ഞെടുത്തുകൊണ്ട്. അവളെങ്ങാനും കൈയെടുത്തു മാറ്റിയാലോ? വൈകാതെ വരാം. ആദ്യം എൻ്റെ വീട്ടിലേക്ക് താമസം മാറ്റട്ടെ. നാളെ ഞാൻ ഇവിടെ തങ്ങുകയാണ്, ഫ്ലാറ്റിലേക്ക് മാറുന്നതിന് സഹായിക്കാൻ. അതൊന്നും വേണമെന്നില്ലെന്നേ. എനിക്ക് അധികം സാധനങ്ങളൊന്നും എടുക്കാനില്ല. അതുതന്നെയാ കാര്യം. അപ്പോൾ കുറേ സാധനങ്ങൾ വാങ്ങേണ്ടി വരും. ഇവിടുത്തെ കച്ചവടക്കാർ തന്നെ ഇട്ടു പിഴിയും. കൂടെ ഞാനും വരാം. ഓക്കെ? താങ്ക്സ്, അവൾ പറഞ്ഞു. അതിൻ്റെ അർത്ഥം സമ്മതം എന്നാവാനേ തരമുള്ളൂ. ഞങ്ങൾ കരയിലെത്തി. പലകയിലൂടെ നടന്ന് ഉറച്ച തറയിൽ കാൽ കുത്തുന്നതുവരെ ഞാൻ അവളുടെ കയ്യിൽ മുറുകെ പിടിച്ചു. പണ്ടത്തെ ഞാനായിരുന്നു എങ്കിൽ ഈ കൈപിടുത്തത്തിന് വേറെ വല്ല അർത്ഥവും ഉണ്ടോ എന്ന് അവളോട് ചോദിച്ചേനെ. പക്ഷേ ആ പണ്ടത്തെ ഞാൻ അന്ന് കാര്യമാകെ കുളമാക്കിയതാണ്. അതുകൊണ്ട് സംഗതി കൂളായിട്ടെടുക്കാൻ ഞാൻ തീരുമാനിച്ചു. കടവത്ത് നിന്ന് ഞങ്ങൾ ഒരു ഓട്ടോ പിടിച്ചു. നള റോഡിലെ ഫർണിച്ചർ മാർക്കറ്റിനെക്കുറിച്ചും കിടക്കകൾ വാങ്ങാൻ പറ്റിയ സ്ഥലത്തെക്കുറിച്ചും അധികം വിലയില്ലാത്ത പച്ചക്കറി മാർക്കറ്റിനെക്കുറിച്ചുമെല്ലാം ഞാൻ പറഞ്ഞു. ഈ മണ്ടൻ വിഷയങ്ങൾക്കൊന്നും യാതൊരു വിലയുമില്ലായിരുന്നു. അവളുടെ 2 വിരലുകൾ എൻ്റെ വിരലുകളിൽ ചുറ്റിപ്പണിഞ്ഞിരിക്കുന്നു എന്ന വൻ സംഭവവുമായി തട്ടിച്ചു നോക്കുമ്പോൾ. ഞങ്ങൾ ഹോട്ടലിൽ എത്തിച്ചേർന്നു. അവൾ ഓട്ടോയിൽ നിന്നിറങ്ങി. നാളെ 11 മണി? ഞാൻ ചോദിച്ചു. യെസ്, താങ്ക് യു സോ മച്ച്. ഇന്നത്തെ ബോട്ട് യാത്രയും എനിക്ക് വളരെ ഇഷ്ടമായി. അതിൻ്റെ ഏതു ഭാഗം? ഞാൻ ചോദിച്ചു. ആ ചോദ്യം വായിൽ നിന്ന് വീണതും എനിക്ക് എന്നെ തന്നെ കൊല്ലാൻ തോന്നി. ഞാൻ ചൂണ്ടയിടുകയാണ് എന്ന് തോന്നിക്കാണുമോ? അത് അപകടമണി മുഴക്കി കാണുമോ? എല്ലാം അവൾ പറഞ്ഞു. തന്ത്രപരമായ മറുപടി. സൊമാനി പെട്ടെന്നൊന്നും പിടിതരുന്ന കക്ഷിയല്ല. ഹാവൂ, ഞാൻ ശരിക്കും ക്ഷീണിച്ച് തളർന്ന് അവശയായി, റിയ പറഞ്ഞു. ഒരു പിങ്ക് കുർത്തയും കടുനീല ടൈറ്റ്സുമാണ് അവളുടെ വേഷം. കുർത്തയുമായി മാച്ച് ചെയ്യുമെന്നോണം മുഖവും തൊടുത്തിരിക്കുന്നു. ഫ്ലാറ്റിനകത്തേക്ക് ഞങ്ങൾ വലിച്ചു കൊണ്ടുവന്നിട്ട 4 കിടക്കകളുടെ മേൽ അവൾ ചെരിഞ്ഞിരിപ്പായി. ആ പ്ലാസ്റ്റിക് കവറെങ്കിലും ഒന്ന് മാറ്റിക്കൂടെ? ഞാൻ പറഞ്ഞു. അവൾ അത് ശ്രദ്ധിച്ചതേയില്ല. കിടക്കകളിൽ കിടന്ന് അവൾ കാലുകൾ മടക്കിയും തിരിച്ചും വ്യായാമം ചെയ്യാൻ തുടങ്ങി. മുമ്പ് ഞങ്ങൾ ബാസ്കറ്റ്ബോൾ കോർട്ടിൽ ചെയ്തിരുന്നതുപോലെ. ഈ നാടകം കളി നിർത്തി എണീക്ക്, ഞാൻ പറഞ്ഞു. എല്ലാം ഇന്നു തന്നെ ചെയ്യണമെന്നുണ്ടോ? ഞങ്ങൾ 4 തവണ മാർക്കറ്റിലേക്ക് പോയി വന്നതാണ്. അടുക്കള സാധനങ്ങളും ഇലക്ട്രിക് ഉപകരണങ്ങളും പാത്രങ്ങളും കിടക്കകളും വാങ്ങാൻ. എന്തിനാണ് കിടക്ക 4 എണ്ണം? കടയിൽ വെച്ച് ഞാൻ ചോദിച്ചു. 2 എണ്ണം കിടപ്പുമുറിയിലേക്ക്, 2 എണ്ണം ലിവിംഗ് റൂമിൽ ദിവാനായി ഉപയോഗിക്കാം. എനിക്ക് സോഫയൊന്നും ഇല്ല. എന്നാൽ പിന്നെ ഒരു സോഫ വാങ്ങിയാൽ പോരെ? പക്ഷേ അവൾ അത് കൂട്ടാക്കിയില്ല. കാഷ്വൽ ചിക്കായി തോന്നിക്കണമത്രേ. അതിൻ്റെ അർത്ഥം ഇതാവണം, കാശിൻ്റെ ഗമ കാട്ടരുത്, അതേസമയം അന്തസ്സ് തോന്നിപ്പിക്കുകയും വേണം.
എണീക്ക്, അവളുടെ കൈ പിടിച്ച് വലിച്ചുകൊണ്ട് ഞാൻ പറഞ്ഞു. താങ്ക്സ്, റിയ പറഞ്ഞു. ഇന്നത്തെ എല്ലാത്തിനും. മെൻഷൻ നോട്ട്, ഞാൻ പറഞ്ഞു. പ്ലീസ് ഡോണ്ട് മെൻഷൻ ഇറ്റ്, റിയ. എന്ത്? ഓ സോറി, ഇയാൾ പറഞ്ഞ ഇംഗ്ലീഷ് തിരുത്തിയതാ. ഞാൻ ചിരിച്ചുപോയി. ശനിയും ഞായറും മാത്രമല്ലേ ഇംഗ്ലീഷ് പഠിത്തമുള്ളൂ? അല്ല സർ, എപ്പോഴും നമുക്ക് പ്രാക്ടീസ് ചെയ്തുകൊണ്ടേയിരിക്കണം. ഞാൻ വാച്ച് നോക്കി. മണി 9 ഇനി എനിക്ക് പോണം. അപ്പോൾ ഭക്ഷണം കഴിക്കണ്ടേ? ഞാൻ പുറത്തുനിന്ന് കഴിച്ചോളാം, ഞാൻ പറഞ്ഞു. അതെന്തിനാ? നമ്മളെല്ലാം വാങ്ങിച്ചിട്ടുണ്ടല്ലോ. പാചകത്തിന് ഇലക്ട്രിക് ഹോട്ട് പ്ലേറ്റും വാങ്ങി. മാഗി നൂഡിൽസ് ആയാലോ? പാക്കിംഗ് അഴിച്ച് എല്ലാം അടുക്കി വയ്ക്കാൻ കുറച്ച് നേരമെടുത്തു. റിയ ഹോട്ട് പ്ലേറ്റും പാത്രങ്ങളും ഉദ്ഘാടനം ചെയ്തു. 1 മണിക്കൂർ കഴിഞ്ഞപ്പോൾ സ്റ്റിക്കർ ഇളകിപ്പോരാത്ത പുത്തൻ സ്റ്റീൽ ബൗളുകളിൽ വിളമ്പി ഞങ്ങൾ മാഗി നൂഡിൽസ് കഴിച്ചു. നൂഡിൽസ് സ്പൂണിൽ നിന്നും ഞാൻ വായിലേക്ക് ആക്കിക്കൊണ്ടിരുന്നു. ഇടയ്ക്കൊരിക്കൽ റിയ കൈനീട്ടി എൻ്റെ താടിയിൽ പറ്റിയ ന്യൂഡിൽ എടുത്തു കളഞ്ഞു. മുഖത്ത് മുഴുവൻ ന്യൂഡിൽസ് വച്ച് തേച്ചാലോ? ആഹാരം കഴിഞ്ഞപ്പോൾ ഞങ്ങൾ അടുക്കള വൃത്തിയാക്കി. 10 മണിയായപ്പോൾ ഞാൻ ഉറങ്ങാൻ തീർച്ചയാക്കി. ഇനി ഓട്ടോ കിട്ടുമോ? റിയ ചോദിച്ചു. ബസ് സ്റ്റാൻഡ് വരെ നടക്കാം, ഞാൻ പറഞ്ഞു. 11 മണിക്ക് ഡുംറാവിലേക്ക് ഒരു ബസ്സുണ്ട്. പറ്റിയാൽ അടുത്തയാഴ്ച ഞാനും വരാം. ആദ്യം ഇവിടെ എല്ലാം ഒന്ന് ശരിയാവട്ടെ. തനിക്ക് ഒറ്റയ്ക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ? ഏയ്, എല്ലാം ഓക്കെ, അവൾ പറഞ്ഞു. ശബ്ദമൊന്ന് കനത്തതുപോലെ. ക്ഷീണം കൊണ്ടാവണം. ഉറപ്പാണോ? മാധവ്, എനിക്ക് തനിച്ചാവാനാണ് ഇഷ്ടം, റിയ പറഞ്ഞു. ഞാൻ രാത്രി നിൽക്കുന്നതിൽ ഇയാളുടെ അമ്മയ്ക്ക് വിരോധമുണ്ടാവുമോ? ഏയ്, ഇല്ലില്ല. വന്ന അന്നു തന്നെ തിരിച്ചു പോകാൻ പറ്റില്ല. ദൂരം കുറേയുണ്ട്, ഞാൻ പറഞ്ഞു. റിയയുടെ കമ്പനി വക ഇന്നോവയിലായിരുന്നു ഞങ്ങളുടെ യാത്ര. അതുകൊണ്ട് ബസ്സിൽ പോകുന്നതിനേക്കാൾ വേഗത്തിൽ പോവാൻ പറ്റി. ബീഹാറിലെ റോഡുകൾ സ്വല്പം മയപ്പെടുത്തി പറഞ്ഞാൽ സാഹസികമായുള്ളതാണ്. അമ്മേ, കാറിൻ്റെ മുകൾത്തട്ടിൽ തല ചെന്നിടിച്ചപ്പോൾ റിയ നിലവിളിച്ചു. ആ ചാട്ടത്തിൻ്റെ അർത്ഥം നമ്മൾ എത്താറായി എന്നാണ്, ഞാൻ പറഞ്ഞു. റിയയ്ക്ക് ഞാൻ അതിഥികൾക്കായുള്ള മുറി കാണിച്ചു കൊടുത്തു. എന്തു വലിയ മുറികൾ! ഇയാൾ ശരിക്കും ഒരു രാജകുമാരൻ തന്നെ. എല്ലാം പൊഴിഞ്ഞു വീഴാറായി എന്നു മാത്രം. അവളെ ഞാൻ എൻ്റെ മുറിയിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. ചുമരിൽ പതിച്ച ബാസ്കറ്റ് ബോൾ പോസ്റ്ററുകൾ റിയയുടെ ശ്രദ്ധയിൽപ്പെട്ടു. ഞാൻ കട്ടിലിൽ കയറിയിരുന്നു. അവൾ എനിക്ക് അഭിമുഖമായി അടുത്തിട്ട കസേരയിലും. വർഷങ്ങൾക്ക് മുമ്പ് രുദ്ര ഹോസ്റ്റലിൽ ഞങ്ങൾ ഒന്നിച്ചു കൂടിയത് ഓർമ്മയിലെത്തി. ഇയാൾ ഇപ്പോഴും കളിക്കാറുണ്ടോ? റിയ ചോദിച്ചു. ഞാൻ ഇല്ല എന്ന് തലയാട്ടി. ഞാനും കളിക്കാറില്ല. കളിക്കാൻ തോന്നുന്നുണ്ടോ ഇന്ന് വൈകുന്നേരം? ആദ്യം ചെയ്യാനുള്ള ജോലി നടക്കട്ടെ. ഇയാൾക്കിന്ന് എൻ്റെ ലാപ്ടോപ്പിൽ ഗോഡ്ഫാദർ സിനിമ കാണാനുണ്ട്. അത് ഞാൻ കണ്ടതാണല്ലോ. അത് ആദ്യത്തെ പാർട്ടാണ്. ഇനി പാർട്ട് 2 കാണണം. താഴെ എഴുതി കാണിക്കുന്ന ഡയലോഗുകളോടെ. ഞാൻ ചെറുതായി മുഖം കൂർപ്പിച്ചെങ്കിലും അവളത് ഗൗനിച്ചില്ല. ശരീരത്തോട് ചേർന്ന് കിടക്കുന്ന വെള്ള ടീഷർട്ടും ഇറുകിയ കറുത്ത പാൻറ്റുമാണ് റിയയുടെ വേഷം. ആകെ മൂടിയിട്ടിട്ടുണ്ടെങ്കിലും ഇറുകിയ വേഷം ശരീരത്തിൻ്റെ വളവുകളെല്ലാം എടുത്തു കാട്ടുന്നുണ്ട്. റിയ ഡുംറാവിലെ എൻ്റെ മുറിക്കുള്ളിൽ. എനിക്ക് വിശ്വസിക്കാനാവുന്നില്ല. എനിക്ക് അവളെ ഉമ്മ വെക്കണം എന്ന് തോന്നി. ഇത്രയും വർഷങ്ങൾക്കു ശേഷം. ഹോ, എത്ര ഗംഭീരമായിരിക്കും. എന്താ ആലോചിക്കുന്നത്? ദാ ഇപ്പോൾ. റിയ കൈ ചൊടിച്ച് എന്നെ ഉണർത്തി. അവളുടെ ചോദ്യത്തിൽ ഞാൻ മരവിച്ചുപോയി. ഒന്നുമില്ല. ഭക്ഷണത്തെക്കുറിച്ചാണ്. നമുക്ക് ഉണ്ണാറായില്ലേ? ഈ ആലോചന ഇംഗ്ലീഷിലായിരുന്നോ അതോ ഹിന്ദിയിലോ? ഞാൻ ആലോചിച്ചു നോക്കി. അല്ലെങ്കിലും ഞാൻ ഭക്ഷണത്തെക്കുറിച്ച് ആലോചിച്ചിട്ടേ ഇല്ലായിരുന്നല്ലോ. ആലോചന ഉമ്മ വെക്കുന്നതിനെക്കുറിച്ചായിരുന്നു. അതാണെങ്കിൽ ആലോചിക്കുന്നത് ഒരു പ്രത്യേക ഭാഷയിലൊന്നും അല്ലതാനും. മാധവ്, ഇംഗ്ലീഷ് വെള്ളം പോലെ സംസാരിക്കുന്നവരെല്ലാം ചിന്തിക്കുന്നത് തന്നെ ഇംഗ്ലീഷിലാണ്. എപ്പോഴുമല്ലെങ്കിലും മിക്കവാറും സമയത്ത്. അതായത് തലയ്ക്കകത്ത് ഒരു തീരുമാനമെടുക്കുമ്പോൾ അത് ഇംഗ്ലീഷിലായിരിക്കുമോ ഹിന്ദിയിലായിരിക്കുമോ? ഹിന്ദിയിൽ, ഞാൻ പറഞ്ഞു. അതാണ് ഇവിടെ പ്രശ്നം. നന്നായി ഇംഗ്ലീഷ് സംസാരിക്കണമെങ്കിൽ അത് തലയ്ക്കകത്തു തന്നെ തുടങ്ങണം. അത് പറഞ്ഞുകൊണ്ട് റിയ എൻ്റെ തലയിലൊന്ന് കൊട്ടി. ആ സ്പർശനത്തിൽ എനിക്ക് ലഹരി പിടിച്ചതുപോലെ തോന്നി. ആണുങ്ങൾ ജനിക്കുന്നതേ ഈ ഒരു കുഴപ്പവും കൊണ്ടാവണം. ഒരു പെണ്ണിനെ ഇഷ്ടപ്പെട്ടു പോയാൽ പിന്നെ അറിയാതെയുള്ള ഒരു സ്പർശനം പോലും തലയ്ക്ക് പിടിക്കും. ഞാൻ ശ്രമിക്കുന്നുണ്ട്, ഞാൻ പറഞ്ഞു. അത് നന്നായി. ഇവിടെ ഇൻ്റർനെറ്റ് ഉണ്ടോ? ഞാൻ ഇല്ല എന്ന് തലയാട്ടി. ചില നല്ല പ്രസംഗങ്ങൾ കാണിച്ചു തരണമെന്നുണ്ടായിരുന്നു. അടുത്ത് ഒരു സൈബർ കഫേ ഉണ്ട്.
നമുക്ക് പോയി നോക്കാം. എനിക്ക് ഡുംറാവ് ഒന്ന് കാണുകയും ചെയ്യാമല്ലോ. ഡുംറാവിൽ കാണാൻ കാര്യമായൊന്നുമില്ല. എന്നാലും റിയയ്ക്ക് കാണുന്നതെല്ലാം കൗതുകമായി തോന്നി. നല്ല രസമുള്ള റോഡ്. എൻ്റെ വീടിന് പുറത്തേക്കുള്ള ഇടുങ്ങിയ പാതയിലൂടെ നടക്കുമ്പോൾ അവൾ പറഞ്ഞു. മഴക്കാലത്ത് വന്ന് കാണണം. വലിയ ഭംഗിയൊന്നും അപ്പോൾ തോന്നില്ല, ഞാൻ പറഞ്ഞു. ഞങ്ങൾ ശക്തി സൈബർ കഫേയിൽ നടന്നെത്തി. കുറച്ചു പേർ പൊടി പിടിച്ച കമ്പ്യൂട്ടറുകൾക്ക് മുന്നിൽ ഇരിപ്പുണ്ട്. വാർത്താ സൈറ്റുകൾ നോക്കുകയാണ് എന്നാണ് നാട്യം. സ്റ്റീവ് ജോബ്സിന്റെ പ്രസംഗം കേട്ടോളൂ. സ്റ്റേ ഹംഗ്രി, സ്റ്റേ ഫൂളിഷ്. റിയ യൂട്യൂബ് സൈറ്റ് തുറന്നുകൊണ്ട് പറഞ്ഞു. ഹംഗ്രി ഫോർ യു, ഫൂളിഷ് ഫോർ യു. ഞാൻ മനസ്സിലോർത്തു. ഹോ, ഞാൻ പറഞ്ഞു. എന്താ? വീഡിയോ ഡൗൺലോഡ് ചെയ്തു വരാനുള്ള താമസത്തിനിടെ റിയ ചോദിച്ചു. ഞാൻ ഇംഗ്ലീഷിൽ ഒരു കാര്യം ചിന്തിച്ചു. ഉഗ്രൻ. എന്താണത്? ഞാൻ വേഗം തലയാട്ടി. വീഡിയോയിലേക്ക് ശ്രദ്ധ തിരിച്ചു. സബ് ടൈറ്റിൽ വേണോ? റിയ ചോദിച്ചു. എനിക്ക് എന്താണ് ആവശ്യമെന്ന് ഞാൻ പോലും ആലോചിക്കുന്നതിന് മുമ്പേ ഇവൾ മനസ്സിലാക്കിയെടുക്കുന്നത് എന്തോ മന്ത്രവിദ്യ പോലുണ്ട്. ഞാൻ വേണം എന്ന് തലകുലുക്കി. വാക്കുകൾ എഴുതി കാട്ടുന്ന ഒരു വീഡിയോ അവൾ ഡൗൺലോഡ് ചെയ്തു കഴിഞ്ഞിരുന്നു. ആപ്പിൾ കമ്പ്യൂട്ടർ കമ്പനിയുടെ സ്ഥാപകനാണ് സ്റ്റീവ് ജോബ്സ്, ബിൽ ഗേറ്റ്സിന്റെ എതിരാളി. ഗേറ്റ്സിന്റെ സാന്നിധ്യത്തിൽ പ്രസംഗിക്കാനായി ഇംഗ്ലീഷ് പഠിക്കാൻ വേണ്ടി സ്റ്റീവിന്റെ പ്രസംഗം കേൾക്കുക ആകപ്പാടെ രസം തോന്നി. സ്റ്റാൻഫോർഡ് യൂണിവേഴ്സിറ്റിയുടെ വേദിയിൽ ബിരുദദാന ചടങ്ങിന്റെ പ്രത്യേക മേലങ്കി ധരിച്ച് മെലിഞ്ഞ ശരീരവും കഷണ്ടിയുമായി സ്റ്റീവ് ജോബ്സ്. ഞാൻ പ്രസംഗത്തിന് കാതോർത്തു. ഒപ്പം സബ് ടൈറ്റിലുകളും ശ്രദ്ധിച്ചു. കോളേജിൽ നിന്ന് ഒരു ബിരുദവും എടുത്തിട്ടുള്ള ആളല്ല ഞാൻ. സത്യം പറയട്ടെ, ഇത്രയും കാലത്തിനിടയിൽ ബിരുദത്തിന് ഏറ്റവും അടുത്ത് ഞാൻ എത്തുന്ന പരിപാടിയാണിത്. ഇന്നു ഞാൻ എൻ്റെ ജീവിതത്തിൽ നിന്നുള്ള 3 കഥകൾ പറയാം. വലിയ ആരക്കാര്യമൊന്നുമല്ല, വെറും 3 കഥകൾ മാത്രം. ഞാൻ പെട്ടെന്ന് അതിൽ ലയിച്ചുപോയി. ആളെ അറിയില്ലെങ്കിലും ഏതാനും സെക്കൻഡുകൾക്കകം എനിക്ക് ജോബ്സിനെ ഇഷ്ടമായി. അവിവാഹിതയായ ഒരു അമ്മയുടെ കുട്ടിയായി താൻ പിറന്നതും അമ്മ തന്നെ ആർക്കെങ്കിലും ദത്ത് നൽകാൻ തയ്യാറായതും അദ്ദേഹം വിവരിച്ചു. ഇത്രയും വലിയ ഒരു അന്താരാഷ്ട്ര കമ്പനിയുടെ തലവൻ ഇങ്ങനെ സ്വന്തം ഭൂതകാലത്തെക്കുറിച്ച് തുറന്നു സംസാരിക്കുന്നത് എന്നെ അത്ഭുതപ്പെടുത്തി. തന്നെ ദത്തെടുത്ത് വളർത്തിയ അച്ഛനമ്മമാരുടെ ചെലവ് കുറയ്ക്കാൻ വേണ്ടി കോളേജിൽ നിന്ന് വിട്ടതും പിന്നെ ഡോർമിറ്ററികളിൽ നിലത്തു കിടന്നുറങ്ങി ഇഷ്ടമുള്ള ക്ലാസുകൾക്ക് ചെന്നതും അദ്ദേഹം പറഞ്ഞു. കോക്കിൻ്റെ കാലിക്കുപ്പികൾ ശേഖരിച്ച് തിരികെ കൊണ്ട് കൊടുക്കുമായിരുന്നു, പകരം കിട്ടുന്ന 5 സെന്റിനു വേണ്ടി. എല്ലാ ഞായറാഴ്ചയും നഗരത്തിന് കുറുകെ 7 മൈൽ നടന്ന് ഹരേ കൃഷ്ണ ക്ഷേത്രത്തിൽ ചെല്ലും. ആഴ്ചയിൽ ഒരിക്കലെങ്കിലും മര്യാദയ്ക്കൊരു ഭക്ഷണം കഴിക്കാൻ. എനിക്കത് വലിയ ഇഷ്ടമായിരുന്നു. സ്വന്തം നേട്ടങ്ങളെക്കുറിച്ച് ഒന്നും അപ്പോഴും അദ്ദേഹം പറഞ്ഞിട്ടില്ല. എന്നാലും ആ മഹത്വം തിരിച്ചറിയാം. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇതാണ്: സ്വന്തം ഹൃദയത്തെയും ഉൾക്കാഴ്ചയെയും പിന്തുടരാൻ ധൈര്യം കാട്ടുക. സ്വന്തം ഹൃദയത്തെ പിന്തുടരാൻ എനിക്ക് ധൈര്യമുണ്ടോ? പ്രിയയോട് വീണ്ടും പ്രണയാഭ്യർത്ഥന നടത്താനുള്ള ധൈര്യം എനിക്കുണ്ടോ? ഞാൻ ആലോചിച്ചു. സ്റ്റീവ്സ് പ്രസംഗം അവസാനിപ്പിക്കുകയാണ്. വിശന്നു തന്നെ ഇരിക്കൂ, മണ്ടനായി തന്നെ ഇരിക്കൂ. ഞാൻ എപ്പോഴും എനിക്ക് വേണ്ടി ആഗ്രഹിച്ചിട്ടുള്ളത് അതാണ്. ഇപ്പോൾ എല്ലാം പുതുതായി തുടങ്ങാനായി ബിരുദമെടുക്കുന്ന ഈ അവസരത്തിൽ നിങ്ങൾക്ക് അതുതന്നെ ആശംസിക്കുന്നു. വീഡിയോയിലുള്ള എല്ലാവരും കൈയടിച്ചു. ഒപ്പം ഞാനും കൈയടിച്ചു. സൈബർ കഫേയുടെ ഉടമസ്ഥൻ തല തിരിഞ്ഞു നോക്കി. യൂട്യൂബ് വീഡിയോ കണ്ട് കൈയടിക്കുന്ന ഈ വട്ടൻ ആരാണ്? ഇത് ഒന്നുകൂടി കണ്ടാലോ? ഞാൻ ചോദിച്ചു. കണ്ടോളൂ. അതിനിടയിൽ വേറൊരു കമ്പ്യൂട്ടറിൽ നിന്ന് ഞാൻ എൻ്റെ ഇമെയിൽ നോക്കാം, റിയ പറഞ്ഞു. ആ പ്രസംഗം ഞാൻ 3 തവണ ആവർത്തിച്ചു കണ്ടു. ചില വാചകങ്ങൾ ഏറ്റുപറഞ്ഞു നോക്കുകയും ചെയ്തു. 1 മണിക്കൂർ കഴിഞ്ഞപ്പോൾ ഞാൻ എഴുന്നേറ്റു. അടുത്തുള്ള ക്യൂബിക്കിളിൽ റിയ ഇരിക്കുന്നത് കാണാം. ഇമെയിൽ തുറന്നു വെച്ചിട്ടുണ്ട്. അവളുടെ മുഖത്ത് വല്ലാത്തൊരു ഗൗരവഭാവം. ഇനി നമുക്ക് ഊണ് കഴിക്കാൻ പോവാം. വിശന്നിരിക്കുന്നത് ഈ പറയുന്നത് പോലെ അത്ര എളുപ്പമല്ല എന്ന് വേണം കരുതാൻ. ഞാൻ അവളുടെ മോണിറ്ററിലേക്ക് ഒന്ന് എത്തിച്ചു നോക്കി. ഇമെയിൽ സന്ദേശത്തിലെ സബ്ജക്റ്റ് ലൈൻ മാത്രം വായിക്കാൻ പറ്റി: ഡാഡ്. അവൾ സെൻഡ് ബട്ടൺ അമർത്തി. സ്ക്രീൻ അപ്രത്യക്ഷമായി. ഇമെയിലിൽ നിന്ന് ലോഗൌട്ട് ചെയ്ത് റിയ എഴുന്നേറ്റു. ഞങ്ങൾ നിശബ്ദരായി ഹവേലിക്ക് നേരെ നടന്നു. സാവത്രി തായ് ഞങ്ങൾക്ക് ചപ്പാത്തിയും സബ്ജിയും വിളമ്പി.
ലിട്ടി ചോക്ക അത്താഴത്തിനാണ് അമ്മ വന്നു കഴിഞ്ഞ്. ഞാൻ പറഞ്ഞു. കൊള്ളാം. റിയ പ്രത്യേകിച്ച് ഉത്സാഹമൊന്നുമില്ലാത്തതുപോലെ പറഞ്ഞു. എന്താ, പ്രശ്നം വല്ലതുമുണ്ടോ? ഞാൻ ചോദിച്ചു. അച്ഛൻ കുറച്ചു ദിവസമായി സുഖമില്ലാതെ കിടപ്പിലായിരുന്നു. അപ്പോൾ എനിക്ക് വിലയുണ്ട്. ആദ്യമായാണ് അവൾ കാര്യമായ വല്ലതും ഞാനുമായി പങ്കുവെക്കുന്നത്. എന്തുപറ്റി? ഹാർട്ടിന് കുഴപ്പമുള്ള ആളാണ്. അവസാനം ചെയ്ത ബൈപ്പാസ് ഓപ്പറേഷൻ കൊണ്ട് വലിയ കാര്യമുണ്ടായില്ല. ഇത്തിരി പ്രശ്നമാണെന്ന് തോന്നുന്നു. അപ്പോൾ തനിക്ക് ഡൽഹിയിലേക്ക് പോകേണ്ടി വരുമോ? മിക്കവാറും. എനിക്കറിയില്ല. അവർ എന്നോട് എല്ലാം മറച്ചുവെക്കും, അവൾ പറഞ്ഞു. ഈ മറച്ചുവെക്കൽ സൊമാനി കുടുംബത്തിന്റെ പാരമ്പര്യത്തിൽ ഉള്ളതാണെന്ന് തോന്നുന്നു. റിയ മുമ്പിലെ ആഹാരത്തിൽ തന്നെ കണ്ണും നട്ടിരിക്കുകയാണ്, സ്പൂൺ പരിപ്പ് കറിയിൽ വട്ടം കറക്കിക്കൊണ്ട്. ഒരു പക്ഷേ സ്റ്റീവ് ജോബ്സിന്റെ പ്രസംഗം കേട്ടിട്ടുണ്ടായ ധൈര്യം കൊണ്ടാവണം. ഞാൻ എഴുന്നേറ്റ് അവളുടെ അടുത്തേക്ക് നീങ്ങി ചുമലിലൂടെ കൈയിട്ടു. റിയ എണീറ്റ് എന്നെ ചേർത്ത് പിടിച്ചു. അത്ര മുറുകെയൊന്നുമല്ല. പേടിക്കണ്ട, അച്ഛന് വേഗം ഭേദമാവും. ഡൽഹിയിലെ ഏറ്റവും നല്ല ഡോക്ടർമാർ നോക്കിക്കൊണ്ടിരിക്കുകയാവും, ഞാൻ പറഞ്ഞു. അവൾ തല കുലുക്കി. അത് ശരിവെച്ച് തിരികെ ഇരുന്നു. സോറി, റിയ പറഞ്ഞു. ഞാൻ വല്ലാത്ത ബുദ്ധിമുട്ടായി അല്ലേ? ഇതിലെന്താ ബുദ്ധിമുട്ട് റിയ? ഇടയ്ക്കൊക്കെ സങ്കടപ്പെട്ടു പോകുന്നത് ഒരു കുറ്റമൊന്നുമല്ല. അതിനെക്കുറിച്ച് സംസാരിക്കുന്നതും. അല്ല, അതല്ല കാര്യം, റിയ മന്ത്രിക്കുന്ന സ്വരത്തിൽ പറഞ്ഞു. സംസാരിക്കുന്നത് തന്നോട് തന്നെയാണെന്ന മട്ടിൽ. ഞങ്ങൾ ആഹാരം കഴിച്ചു തീർത്തു. അവൾ പ്ലേറ്റുകൾ കയ്യിലെടുത്തു. എവിടെയാ അടുക്കള? ഞാൻ ചൂണ്ടിക്കാണിച്ചു കൊടുത്തു. എന്നും ഇവൾ ഇങ്ങനെ ഈ വീട്ടിൽ ഉണ്ടായിരുന്നെങ്കിൽ. പക്ഷേ ഡുംറാവിലെ ജീവിതമായി ഒത്തുപോവാൻ ഒരിക്കലും റിയയ്ക്ക് കഴിയില്ല. ഔറംഗസേബ് റോഡിലെ 100-ാം നമ്പർ വീടിനൊപ്പം നിൽക്കാൻ എൻ്റെ ഈ പൊളിഞ്ഞ ഹവേലിക്ക് കഴിയുകയുമില്ല. ഞാൻ അടുക്കളയിലേക്ക് നടന്നു. അവിടെ റിയ നിന്നു പാത്രങ്ങൾ കഴുകുകയാണ്. താൻ എന്തായി ചെയ്യുന്നത്? അത്ഭുതത്തോടെ ഞാൻ ചോദിച്ചു. സാരമില്ലെന്നേ, ഇതൊക്കെ ഞാൻ പട്നയിലും ചെയ്യാറുള്ളതാ. എൻ്റെ അമ്മ ഇതും കണ്ടുകൊണ്ട് വരണം. അതെന്താ? ഏയ് ഒന്നുമില്ല, ഞാൻ പറഞ്ഞു. ആ കുട്ടി ഇവിടെ തന്നെയുണ്ടോ? അമ്മ ചോദിച്ചു. ഉവ്വ്. അമ്മ സ്കൂളിൽ നിന്ന് വന്നു കയറുന്ന വഴി മുറ്റത്ത് ചെന്ന് ഞാൻ കണ്ടു. എന്നിട്ട് പുസ്തകം നിറച്ച സഞ്ചി കയ്യിൽ വാങ്ങി വീടിനകത്തേക്ക് കൂടെ നടന്നു. എവിടെ അവൾ? അതിഥിമുറിയിലുണ്ട്. ഇക്കാലത്തെ പെൺകുട്ടികളുടെ കാര്യം ഏത് ആൺകുട്ടിയുടെ വീട്ടിലും പോയി താമസിച്ചോളും. എന്താ അമ്മ ഈ പറയുന്നത്? റിയ എൻ്റെ കൂടെ പഠിച്ച കൂട്ടുകാരിയാണ്. ഞാൻ ക്ഷണിച്ചിട്ടാണ് വന്നത്. അവളുടെ അച്ഛനും അമ്മയ്ക്കും ഇതറിയാമോ? അതൊന്നും എനിക്കറിയില്ല. പറഞ്ഞിട്ട് കാര്യമില്ല എന്ന മട്ടിൽ അമ്മ തലയാട്ടി. അമ്മേ, അവളോട് നന്നായി പെരുമാറണേ. എന്താ, നിനക്ക് അവളോട് ഇഷ്ടമുണ്ടോ? അതെന്തൊരു ചോദ്യമാ അമ്മേ? ഇഷ്ടമില്ലാത്തവരെ വീട്ടിൽ വിളിച്ചുകൊണ്ട് വരുമോ? നേരെയുള്ള ഉത്തരം പറയടാ. എനിക്കൊന്ന് കുളിക്കണം. കുളിമുറിയിലെ ടാപ്പിൽ വെള്ളം ഇറ്റിറ്റു വീഴുന്നതേയുള്ളൂ. ബക്കറ്റ് നിറച്ച് കുളി കഴിഞ്ഞു പുറത്തിറങ്ങാൻ 3/4 മണിക്കൂർ എടുത്തു. ഷോർട്ട്സും ടീഷർട്ടും ധരിച്ച് ഞാൻ സ്വീകരണ മുറിയിലേക്ക് ഇറങ്ങിച്ചെന്നു. റിയയും അമ്മയും അവിടെ എത്തിക്കഴിഞ്ഞിരുന്നു. നിങ്ങൾ രണ്ടാളും പരിചയപ്പെട്ടു കഴിഞ്ഞോ? ഞാൻ ചോദിച്ചു. ഹായ്, വന്നോ? റിയ പറഞ്ഞു. ഞാൻ ആൻറ്റിയുമായി സംസാരിക്കുകയായിരുന്നു. എടാ, നീ ഈ കുട്ടിയുമൊത്ത് ബാസ്കറ്റ്ബോൾ കളിക്കുമായിരുന്നോ? അമ്മ ചോദിച്ചു. ഞാൻ എന്തോ പറ്റിച്ചു എന്ന പരിഭവം അതിലുള്ള പോലെ. ഇടയ്ക്കൊക്കെ. അമ്മയൊന്നും മിണ്ടിയില്ല. എനിക്ക് കുറ്റബോധം തോന്നി. കുറച്ചുകൂടി വിശദമായ ഒരു മറുപടി കൊടുക്കേണ്ടതായിരുന്നു. അമ്മേ, റിയയും ടീമിൽ ഉണ്ടായിരുന്നതാണ്, ഗേൾസ് ടീമിൽ. ഈ കുട്ടിയുടെ കാര്യം നീ പറഞ്ഞിട്ടേയില്ല. എപ്പോഴും ബാസ്കറ്റ്ബോളിൻ്റെ കാര്യം പറയുകയും ചെയ്യുമായിരുന്നു, അമ്മ പറഞ്ഞു. ഞാൻ പറഞ്ഞിട്ടേയില്ലേ? ഞാൻ അത്ഭുതം നടിച്ചുകൊണ്ട് ചോദിച്ചു. ഇല്ല, ആദ്യത്തെ വർഷം മാത്രമേ ഞങ്ങൾ ഒന്നിച്ചു കളിച്ചിട്ടുള്ളൂ. അതെന്താ? അമ്മ ചോദിച്ചു. ഞാൻ ഒരു നിമിഷം ആലോചിച്ചിട്ട് പറഞ്ഞു. പിന്നെ ഞങ്ങൾ വെവ്വേറെ ഗ്രൂപ്പിലായി. റിയയുടെ എൻ്റെയും നോട്ടങ്ങൾ ഇടഞ്ഞു. സാവിത്രി തായ് എല്ലാവർക്കും നാരങ്ങാവെള്ളം കൊണ്ടുവന്നു. അമ്മ റിയയുടെ നേരെ തിരിഞ്ഞു. കല്യാണം കഴിഞ്ഞ് എത്ര കാലം ഒന്നിച്ചുണ്ടായി? ഞാൻ അറിയാതെ വായ് പൊളിച്ചുപോയി. ഇക്കാര്യം അമ്മ എങ്ങനെ അറിഞ്ഞു? എൻ്റെ ഞെട്ടൽ റിയ തിരിച്ചറിഞ്ഞു. ഞങ്ങൾ കാര്യങ്ങളെല്ലാം കുറച്ചു മുമ്പ് സംസാരിച്ചു, അവൾ പറഞ്ഞു. വിവാഹമോചനത്തെക്കുറിച്ചോ? എന്നോട് ഇവൾ ഇതുവരെ അതിനെക്കുറിച്ച് സംസാരിച്ചിട്ടേ ഇല്ലല്ലോ. 1.5 വർഷം, റിയ പറഞ്ഞു. കുട്ടികളുണ്ടോ? അയ്യേ, ഈ അമ്മ എന്തൊക്കെയാ ചോദിക്കുന്നത്? റിയ ഇല്ല എന്ന് മറുപടി പറഞ്ഞു. എന്തിനാ അത്ര നേരത്തെ കല്യാണം കഴിച്ചത്? അമ്മയുടെ അടുത്ത ചോദ്യം. എന്ത് ചോദിക്കണം എന്ത് ചോദിക്കരുത് എന്ന് വേർതിരിച്ചെടുക്കാനുള്ള അരിപ്പ തലയിൽ നിന്ന് പോയതുപോലെ. ആ ചോദ്യം റിയയോട് ചോദിക്കണം എന്ന് എനിക്കുണ്ടായിരുന്നു എന്നത് വേറെ കാര്യം.
എന്നെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് റിയ ഒരു സങ്കോചവുമില്ലാതെ തന്നെ മറുപടി പറഞ്ഞു. അന്ന് ഞാൻ ഒരു മണ്ടിപ്പെണ്ണായിരുന്നു. വരൻ്റെ വീട്ടുകാർ ഞങ്ങളുടെ കുടുംബ സുഹൃത്തുക്കളായിരുന്നു. നല്ല ആലോചനയാണെന്ന് എല്ലാവർക്കും തോന്നി. എന്നാലും ഞാൻ അതിനു വഴങ്ങിയത് മണ്ടത്തരം കൊണ്ട് തന്നെയാണ്. കുട്ടിയുടെ അച്ഛനും അമ്മയുമൊക്കെ എവിടെയാ? ഡൽഹിയിൽ. പഞ്ചാബിയാണോ? അമ്മ ചോദിച്ചു. ഏതു മുതിർന്ന ഇന്ത്യക്കാരനും അറിയേണ്ടത് ഒരാൾ ഏതു സമുദായക്കാരനാണ് എന്നാണല്ലോ. മാർവാടി. റിയ സൊമാനി എന്ന എൻ്റെ മുഴുവൻ പേര്. ഓ, എന്നിട്ടവർ കുട്ടിയെ ഈ ബീഹാറിൽ വന്ന് ജോലി ചെയ്യാൻ സമ്മതിച്ചോ? അവർ അനുവദിക്കേണ്ട പ്രശ്നമൊന്നുമില്ല. എനിക്ക് ജോലി ചെയ്യണം എന്ന് തോന്നി. എനിക്ക് കാര്യങ്ങളൊക്കെ തീരുമാനിക്കാറായി, റിയ പറഞ്ഞു. സ്ത്രീ സ്വാതന്ത്ര്യത്തിൻ്റെ ആവേശം ചിറകടിക്കുന്നത് പോലെ. കുട്ടി അത്രയ്ക്കൊക്കെ ആയോ? അമ്മയുടെ ശബ്ദത്തിൽ തെല്ലു പരിഹാസം കലർന്നതുപോലെ. റിയയും അത് തിരിച്ചറിഞ്ഞ മട്ടുണ്ട്. ഞാൻ ഉദ്ദേശിച്ചത് എന്താണെന്ന് വെച്ചാൽ, ചിലപ്പോൾ എൻ്റെ തീരുമാനങ്ങൾ തെറ്റിയെന്ന് വരാം. എന്നാലും തീരുമാനങ്ങൾ സ്വന്തമായി എടുക്കുന്നതാണ് എനിക്കിഷ്ടം. അമ്മേ, റിയയുടെ കുടുംബം ഡൽഹിയിലെ വലിയ ബിസിനസ്സുകാരാ. പാലവും കെട്ടിടവുമൊക്കെ പണിയുന്ന കോൺട്രാക്ടർമാർ. അല്ലെങ്കിലും മാർവാടികൾ വലിയ കാശുകാരാ, അമ്മ പറഞ്ഞു. പിന്നെ കുട്ടി എന്തിനാ ജോലിക്കൊക്കെ പോകുന്നത്? എനിക്ക് സ്വാതന്ത്ര്യത്തോടെ സ്വന്തമായി ജീവിക്കണം. ആശിച്ചതുപോലെ തേനും പാലി ഒഴുക്കിക്കൊണ്ടല്ല ഈ സംഭാഷണത്തിൻ്റെ പോക്ക് എന്നെനിക്ക് മനസ്സിലായി. റിയയ്ക്ക് ലിട്ടി ചോക്ക വലിയ ഇഷ്ടമാണ്. സത്യത്തിൽ അതിനാണ് അവളെ ഇങ്ങോട്ട് ക്ഷണിച്ചു കൊണ്ടുവന്നത് തന്നെ, ഞാൻ പറഞ്ഞു. ഇഷ്ടവിഭവത്തിൻ്റെ പേര് കേട്ടതും അമ്മയുടെ ചുളിഞ്ഞ നെറ്റി നേരെയായി. ഓഹോ, കുട്ടി എപ്പോഴാ അത് കഴിച്ചത്? ബീഹാറിൽ വന്ന ശേഷം. മാധവ് എപ്പോഴും എന്നെ പട്നയിലെ മൗര്യ കോംപ്ലക്സിൽ കൂട്ടിക്കൊണ്ടു പോകാറുണ്ട്. എപ്പോഴും? ഒരു പുരികം ഉയർത്തിക്കൊണ്ട് അമ്മയുടെ ചോദ്യം. ഓ, കുറച്ച് പ്രാവശ്യം പോയി. എൻ്റെ ശബ്ദത്തിൽ നേർത്ത കുറ്റബോധമുണ്ട്. 2-3 തവണ പോയിട്ടുണ്ടാവും. ക്ലാസ്സിൽ പോകുന്നത് കാരണം എനിക്ക് സമയം കിട്ടാറേയില്ല. അമ്മ നാരങ്ങാവെള്ളം ഒരിറക്ക് കുടിച്ചു. നീ പട്നയിൽ പോകുന്നത് പഠിക്കാനാണ് എന്നാ ഞാൻ കരുതിയത്. പ്രസംഗമൊക്കെ ശരിയായോ? ശരിയായി വരുന്നു. റിയയും എന്നെ സഹായിക്കുന്നുണ്ട്. ഓഹോ, അങ്ങനെയാണോ? അമ്മ പറഞ്ഞു. റിയയെക്കുറിച്ച് നേരത്തെ തന്നെ അമ്മയോട് പറയേണ്ടതായിരുന്നു. പക്ഷേ അതിന് ധൈര്യം വന്നിട്ട് വേണ്ടേ? തൽക്കാലം വിഷയം മാറ്റുകയേ രക്ഷയുള്ളൂ എന്ന് ഞാൻ തീരുമാനിച്ചു. സാവിത്രി തായിയോട് ആഹാരം എടുത്തു വയ്ക്കാൻ പറയട്ടെ? ഞാൻ ചോദിച്ചു. അത് ഞാൻ ചെയ്തോളാം, റിയ. അമ്മ അവളെ ഇരുത്തിയൊന്ന് നോക്കി. അതുകൊണ്ട് കുഴപ്പമില്ലെങ്കിൽ അടുക്കള എനിക്കറിയാം. സാവിത്രി തായെ ഞാൻ സഹായിക്കാം. അമ്മ ഒന്നും പ്രതികരിച്ചില്ല. അതു സമ്മതമായി കണക്കിലെടുത്ത് റിയ നടന്നു മാറി. നീ പട്നയിൽ പോകുന്നത് ശരിക്കും എന്തിനാണ് എന്ന് ഇപ്പോഴാണ് മനസ്സിലായത്, അമ്മ പറഞ്ഞു. അമ്മ കരുതുന്നത് പോലെയല്ല. റിയ എൻ്റെ കൂട്ടുകാരി മാത്രമാണ്, ഒരു പഴയ ക്ലാസ്മേറ്റ്, ഞാൻ പറഞ്ഞു. എന്തേ അവൾ കല്യാണം കഴിക്കാനും ബന്ധം പിരിയാനുമൊക്കെ കാരണം? അത് കേട്ടപ്പോൾ എനിക്ക് അത്ഭുതം തോന്നി. ഞങ്ങൾ പട്നയിൽ യാദൃച്ഛികമായി കണ്ടതാണ്. എന്നിട്ട് കണ്ടതും അവൾ നിന്റെ തലയിൽ തൂങ്ങി. അങ്ങനെയല്ല. എപ്പോഴും എനിക്ക് ഇംഗ്ലീഷ് പഠിച്ചുകൊണ്ടിരിക്കാൻ പറ്റുമോ അമ്മേ? അവിടെ കുറച്ച് കൂട്ടുകാരൊക്കെ വേണ്ടേ? അതുമല്ല, അവൾ എന്നെ പ്രാക്ടീസ് ചെയ്യാൻ സഹായിക്കുന്നുമുണ്ട്. റിയയുടെ ഇംഗ്ലീഷ് ഉഗ്രനാണ്. ഹൈ ക്ലാസ് സൊസൈറ്റിയിൽ നിന്നല്ലേ വരവ്. ഹൈ ക്ലാസിൻ്റെ കാര്യമൊക്കെ ആളെ കണ്ടാൽ മനസ്സിലാകുന്നുണ്ട്, അമ്മ പറഞ്ഞു. റിയ വിവാഹമോചനം നടത്തിയതിൻ്റെ കാര്യമൊന്നും എനിക്കറിയില്ല. പാവം, അവളുടെ അച്ഛൻ തീരെ വയ്യാതെ കിടക്കുകയാ. കുറച്ച് മയത്തിൽ പെരുമാറണം. എൻ്റെ മയത്തിനെന്താ കുറവ്? അവളെ എൻ്റെ വീട്ടിൽ താമസിപ്പിച്ചിരിക്കുകയല്ലേ. ഇതിൽ കൂടുതൽ ഞാൻ എന്തു ചെയ്യണമെന്നാ? ഞാൻ വെറുതെ കണ്ണു ചുഴറ്റി. എന്തിനാ അവൾ ഇങ്ങനെ ഇറുകി പിടിച്ച പാൻറ്റുമിട്ട് നടക്കുന്നത്? അമ്മ അടുത്തതിൽ കയറി പിടിച്ചു. ഇതൊന്നും എനിക്ക് പിടിയില്ല അമ്മേ. എൻ്റെ ശബ്ദം തെല്ലുയർന്നു. എനിക്കൊന്നും അറിയില്ല. അവൾ കല്യാണം കഴിച്ച് ബന്ധം പിരിഞ്ഞതും ടൈറ്റ് പാൻറ് ധരിക്കുന്നതും എന്തിനാണെന്ന് എനിക്കെങ്ങനെ അറിയാം? ഏയ്, അമ്മയോട് നേരെ ഒച്ചയിടുന്നോ? ഒച്ചയിടുകയല്ല. എൻ്റെ ശബ്ദം അപ്പോഴും ഉയർന്നു തന്നെ. ഒച്ചയിടൽ എന്നല്ലാതെ എന്തു പറയും? അമ്മ നോട്ടം തിരിച്ചു. അത്താഴം സമാധാനപരമായി നടക്കണമെങ്കിൽ അമ്മയുടെ സഹകരണം വേണമെന്ന് എനിക്കറിയാമായിരുന്നു. സോറി, ഞാൻ പറഞ്ഞു. അമ്മ ചുണ്ടുകൊട്ടി. പ്ലേറ്റുകളും കയ്യിലെടുത്ത് അടുക്കളയിലേക്ക് പോകുന്ന വഴിക്ക് റിയ എന്നെ നോക്കി പുഞ്ചിരിച്ചു. ഞാനും പുഞ്ചിരിച്ചു. അമ്മേ, ഞാൻ സോറി പറഞ്ഞല്ലോ, റിയ അടുക്കളയിലേക്ക് മറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു. അമ്മ എന്നെ തുറിച്ചു നോക്കി. ജീവിതത്തിൽ ഞാൻ ഒരുപാട് സഹിക്കേണ്ടി വന്നിട്ടുണ്ട്. ഇനിയും ഓരോന്ന് വലിച്ചു വെക്കല്ലേ. അതൊന്നും ഉണ്ടാവില്ല. അതിരിക്കട്ടെ, അമ്മ സ്റ്റീവ് ജോബ്സിനെ പറ്റി കേട്ടിട്ടുണ്ടോ?
യൂട്യൂബിലെ പ്രസംഗങ്ങൾ കാണുകയും കേൾക്കുകയും ചെയ്യുന്നത് എനിക്കെങ്ങനെ പ്രയോജനം ചെയ്യുന്നു എന്ന് പറഞ്ഞു കൊടുത്തു. ഇംഗ്ലീഷ് പഠിക്കാനുള്ള റിയയുടെ പുതുമയുള്ള രീതികളെക്കുറിച്ചും അമ്മേ, ചിന്തിക്കുന്നത് തന്നെ ഇംഗ്ലീഷിൽ വേണം, ഹൈ ക്ലാസ് ആൾക്കാരെ പോലെ. അവരുടെ ഇംഗ്ലീഷ് കേൾക്കുമ്പോൾ തന്നെ വ്യത്യാസമില്ലേ? നമ്മളും അത്ര ലോ ക്ലാസ് ഒന്നുമല്ല, അമ്മ പറഞ്ഞു. ഡിന്നർ റെഡി, അടുക്കളയിൽ നിന്ന് കൈ കൊട്ടിക്കൊണ്ട് റിയ വിളിച്ചു പറഞ്ഞു. അത്താഴം ശാന്തമായിരുന്നു. തർക്കുത്തരവും പരിഹാസവും ഒന്നുമില്ലാതെ. രണ്ടു സ്ത്രീകൾ പരസ്പരം ഒത്തുപോകാതെ വന്നാൽ ശാന്തമായി 1 മണിക്കൂർ ഒപ്പിക്കുന്നത് തന്നെ ഒരു അത്ഭുത കൃത്യമാണ്. വല്ലാതെ കഴിച്ചു, റിയ വയറ്റത്ത് തട്ടിക്കൊണ്ട് പറഞ്ഞു. ഞാൻ കഴിച്ചിട്ടുള്ള ഏറ്റവും നല്ല ഡിന്നർ. ഞങ്ങൾ എന്നും ഇങ്ങനെയാണ് ആഹാരം കഴിക്കാറ്, അമ്മ പറഞ്ഞു. എന്നിട്ട് എഴുന്നേറ്റ് മേശയിൽ നിന്ന് നടന്നു മാറി. എനിക്ക് ഒരു കുറ്റസമ്മതം നടത്താനുണ്ട്, റിയ പറഞ്ഞു. ഹവേലിയുടെ മട്ടുപാവിലിട്ട കയറ്റുകട്ടിലിൽ ഇരിക്കുകയായിരുന്നു ഞങ്ങൾ, മിന്നിത്തിളങ്ങുന്ന ലക്ഷക്കണക്കിന് നക്ഷത്രങ്ങളെ നോക്കിക്കൊണ്ട്. ഡൽഹിയിലെ ആകാശത്ത് ഒരിക്കലും കാണാൻ കിട്ടാത്ത ഒരു രാക്കാഴ്ച. ബീഹാറിനെക്കുറിച്ചും ഇവിടുത്തെ ലാളിത്യത്തെക്കുറിച്ചും കോളേജിൽ വെച്ച് ഇയാൾ പറഞ്ഞ കാര്യങ്ങളാണ് സത്യത്തിൽ പട്നയിലെ ജോലി സ്വീകരിക്കാൻ എന്നെ പ്രേരിപ്പിച്ചത്. ശരിക്കും? എന്തേ, ഇവിടെ വന്നാൽ എൻ്റെ മുന്നിൽ വന്നു പെടും എന്ന് പ്രതീക്ഷയുണ്ടായിരുന്നോ? അതെ, അവൾ ചിരിക്കുകയാണ്. അതുകൊണ്ട് തമാശയാണോ എന്നും വ്യക്തമല്ല. എൻ്റെ അമ്മയുടെ പെരുമാറ്റം കൊണ്ട് വിഷമം തോന്നരുത്, ഞാൻ പറഞ്ഞു. ഏയ്, അതൊന്നുമില്ല. എന്തിനു വിഷമിക്കണം? എല്ലാ അമ്മമാരും ഒരുപോലെയാണ് എന്ന് തോന്നുന്നു. എന്നുവെച്ചാൽ? ഒന്നുമില്ല. ഇയാളുടെ അമ്മ റാണി സാഹിബയല്ലേ, സ്വന്തം കൊട്ടാരം ഭരിക്കുന്ന സാക്ഷാൽ രാജ്ഞി. മനസ്സിൽ തോന്നുന്നതെന്തും തുറന്നു പറയാൻ അവർക്ക് അവകാശമുണ്ട്. അമ്മ മനസ്സുകൊണ്ട് ദുഷ്ടയൊന്നുമല്ല, എനിക്കറിയാം. എന്നെക്കുറിച്ച് വല്ലതും പറയുകയുണ്ടായോ ഞാൻ അടുക്കളയിലേക്ക് ചെന്ന സമയത്ത്? ഇല്ല. എന്തേ? എൻ്റെ വേഷം, വിവാഹമോചനം, കാര്യമായൊന്നും പറഞ്ഞില്ല. എൻ്റെ മനസ്സിൽ അപ്പോൾ ചിന്ത ഒന്നു മാത്രം, അവളുടെ കൈ എങ്ങനെ കവർന്നെടുത്തു പിടിക്കാം. ഒടുവിൽ അതിനുള്ള ധൈര്യം വന്നപ്പോൾ ഞാൻ എടുത്തു ചാടി റിയയുടെ കയ്യിൽ കയറി പിടിച്ചു. വലിയ സൂക്ഷ്മതയൊന്നും ആ ചെയ്ത്തിൽ ഇല്ലായിരുന്നു. സൂക്ഷിക്കണേ, റിയ പറഞ്ഞു. എൻ്റെ ഇടത്തെ കൈപ്പത്തി സൂക്ഷിക്കണം, ഇത്തിരി ബലക്കുറവുണ്ട്. എന്തു പറ്റിയതാ? കുറേ മുമ്പ് ഒരു പരിക്ക് പറ്റിയതാണ്. ബാസ്കറ്റ് ബോൾ? ചെറിയൊരു ശങ്കയോടെ അവൾ ഉറപ്പിച്ചൊരു ഉത്തരം നൽകാത്തതുപോലെ തലയാട്ടി. ഞാൻ അവളുടെ ഇടതു കൈയിൽ നിന്ന് പിടിവിട്ട ശേഷം വലതു കൈയിൽ പിടുത്തമിട്ടു. അമ്മ താഴെയുണ്ട്, റിയ പറഞ്ഞു. ആ വാക്കുകൾ ഒരു പ്രോത്സാഹനമായി ഞാൻ എടുത്തു. കയ്യിൽ പിടിച്ചത് തെറ്റാണെന്നല്ല അവൾ പറഞ്ഞത്, അമ്മയെ പ്രശ്നമുള്ളൂ. അമ്മ ഉറങ്ങുകയാണ്, ഞാൻ പറഞ്ഞു. എൻ്റെ വിരലുകൾ അവളുടെ വിരലുകളുമായി കോർത്തു പിടിച്ചു. റിയ എതിർത്തില്ല. ഞാൻ എൻ്റെ മുഖം അവളുടെ മുഖത്തോട് നേരെ തിരിച്ചു. അവൾ സ്വന്തം കൈ വിടുവിച്ച് ഏതാനും ഇഞ്ചുകൾ അകലേക്കു മാറി. ഏയ്, ഇവിടെയിരുന്ന് പ്രസംഗം പറഞ്ഞു പഠിച്ചാലോ? അതിനു പറ്റിയ സ്ഥലം, റിയ പറഞ്ഞു. ഈ പെണ്ണുങ്ങളുടെ ഒരു കാര്യം, എത്ര സുഗമമായാണ് അവർ സന്ദർഭങ്ങളും വിഷയങ്ങളും മാറ്റിമറിക്കുന്നത്. ഇപ്പോൾ വേണ്ട, എനിക്ക് വയ്യാതായി, ഞാൻ പറഞ്ഞു. എന്നാൽ പിന്നെ നമുക്ക് താഴോട്ട് പോയാലോ? നിഷ്കളങ്കമായ മട്ടിലാണ് റിയയുടെ ചോദ്യം. ഞാൻ അവളുടെ കണ്ണുകളിലേക്ക് നോക്കി. ആ നോട്ടത്തിൻ്റെ അർത്ഥം അവൾക്ക് പിടികിട്ടി. വർഷങ്ങൾക്ക് മുമ്പ് കോളേജിൽ വെച്ച് ഞങ്ങൾ പങ്കിട്ടിട്ടുള്ള ആ നോട്ടം. ഞാൻ തല മുന്നോട്ട് നീട്ടി. എൻ്റെ ചുണ്ടുകൾ അവളുടേതിൽ നിന്ന് 1 ഇഞ്ച് മാത്രം അകലെ. അരുത് മാധവ്, വേണ്ട, റിയ പറഞ്ഞു. എന്നിട്ട് അവളുടെ കൈ മൃദുവായി എൻ്റെ നെഞ്ചിൽ വെച്ചു. പക്ഷേ അവൾ എന്നെ തള്ളി മാറ്റിയില്ല. ആ വിരലുകൾ നേരെ എൻ്റെ ഹൃദയത്തിന് മുകളിൽ. ഞാൻ തെല്ലൊന്ന് പുറകോട്ട് ചാഞ്ഞു. എന്തുകൊണ്ട് പാടില്ല? നമ്മൾ വെറും ചങ്ങാതിമാരായിരിക്കാം എന്ന് സമ്മതിച്ചതല്ലേ. വേറൊന്നും പാടില്ല. എന്തുകൊണ്ട് പാടില്ല? ഒരേ ചോദ്യം 2 തവണ ചോദിക്കരുത്. എന്നാലും 2 തവണ ശ്രമിച്ചു നോക്കാമല്ലോ. ഞാൻ വീണ്ടും മുന്നോട്ടാഞ്ഞു. ഇത്തവണ അവൾ എന്നെ പുറകോട്ട് തള്ളി മാറ്റി. ഇങ്ങനെയൊന്നും ചെയ്യല്ലേ പ്ലീസ്. അവളുടെ കണ്ണുകളിൽ നനവുണ്ടായിരുന്നു. ഞാൻ പിൻവലിഞ്ഞു. നമുക്ക് വർത്തമാനം പറയുകയെങ്കിലും ചെയ്തുകൂടെ? നമ്മളിപ്പോൾ വർത്തമാനം പറയുകയാണല്ലോ. അച്ഛനെക്കുറിച്ച് ഓർത്ത് തനിക്ക് വിഷമം തോന്നുന്നുണ്ടോ? അതും ഉണ്ട്, ഒപ്പം വേറെ കാര്യങ്ങളുമുണ്ട്. അതൊന്നും എന്നോട് പറയില്ല എന്നു മാത്രം. മാധവ്, ഇയാൾ വളരെ നല്ല ആളാണ്, ശരിക്കും ഒരു മിടുമിടുക്കൻ. താൻ അങ്ങനെ പറയുകയാണെങ്കിൽ. എന്നാലും ഇപ്പോഴുമുണ്ടല്ലോ ഒരു എന്നാലും. ഈ മറ്റേ കാര്യമൊന്നും നമുക്ക് ചെയ്യാതിരുന്നുകൂടെ? ഇപ്പോൾ വേണ്ട, ഞാൻ സമ്മതിച്ചു.
എന്നാലും പിന്നീട് ആയിക്കൂടെ? മാധവ്, വെറുതെ ഇയാളുടെ മോഹങ്ങൾ ഉണർത്താൻ ഞാനില്ല. പിന്നീടും വേണ്ട. എന്താ കാരണം? മുമ്പ് ഞാൻ കോളേജിൽ വച്ച് ചെയ്തത് ഓർത്തിട്ടാണോ? ഇയാൾക്കെന്താ വട്ടുണ്ടോ? വർഷങ്ങൾക്ക് മുമ്പ് നടന്ന ഒരു കാര്യവും കെട്ടിപ്പിടിച്ചിരിക്കും ഞാൻ എന്നാണോ വിചാരം? എന്നാൽ പിന്നെ എന്താ കാര്യം? ഞാൻ തൻ്റെ നിലയ്ക്കും വിലയ്ക്കും ഒത്ത ആളല്ല എന്നാണോ? റിയ എന്നെ നോക്കി പുഞ്ചിരിച്ചു. എന്തേ? ഞാൻ ചോദിച്ചു. ഇയാൾ ഒരു മിടുമിടുക്കനാണ് എന്നു ഞാൻ ഇപ്പോൾ പറഞ്ഞതല്ലേ ഉള്ളൂ. റിയ, നമുക്കും വേണം ഒരവസരം. ശരി, വെറും കൂട്ടുകാരാണെങ്കിൽ അങ്ങനെ ആവട്ടെ. ആ മാന്ത്രിക മുഹൂർത്തം ഞാൻ നശിപ്പിച്ചു കഴിഞ്ഞു എന്നെനിക്ക് മനസ്സിലായി. പാഴായിപ്പോയ ചുംബന ശ്രമം ഇല്ലായ്മ ചെയ്യുകയാണ് വേണ്ടത്, അതിനെ ഒരു തർക്കമായി മാറ്റുകയല്ല. ഒരു നിമിഷം ഞങ്ങൾ മിണ്ടാതിരുന്നു. എൻ്റെ അച്ഛൻ മരിച്ചുകൊണ്ടിരിക്കുകയാണ്, റിയ പറഞ്ഞു. മനസ്സിൽ എന്തു തോന്നണം എന്നെനിക്ക് വ്യക്തമാവുന്നില്ല. തൻ്റെ അച്ഛനല്ലേ? അതെ, അച്ഛന് ഭേദമാവണം എന്നുണ്ട്. എൻ്റെ റിയ, താനില്ലാതെ എനിക്ക് ജീവിക്കാൻ വയ്യ, ഞാൻ പറഞ്ഞു. വാക്കുകൾ പുറത്തു ചാടിയെന്നും പറയാം. റിയ എൻ്റെ നേരെ തിരിഞ്ഞു. ഇനിയും തുടങ്ങല്ലേ. സോറി, ഞാൻ പറഞ്ഞു. ഞാൻ നോട്ടം മറ്റൊരു വശത്തേക്ക് തിരിച്ചു. പ്രണയം നിരാകരിക്കുമ്പോൾ എത്രമാത്രം വേദനിക്കും എന്ന് ഈ പെണ്ണുങ്ങൾക്ക് ഒരിക്കലും മനസ്സിലാവില്ല. എന്നാലും ആണുങ്ങൾ ശ്രമിച്ചുകൊണ്ടേയിരിക്കും എന്നാണ്. അടികൾ ഏറ്റുവാങ്ങുകയും വേണം. റിയ എൻ്റെ കൈ പിടിച്ചു. ഞാൻ കൈ പിൻവലിച്ചു. ആണായി നേരെ നിൽക്കട എന്ന് എല്ലാവരും പറയും. പക്ഷേ ആണാവുക എന്ന് വെച്ചാൽ ചിലപ്പോൾ മഹാകഷ്ടം തന്നെയാണ്. തിരുമനസ്സുകൊണ്ട് ഇങ്ങനെ മുഖം കൂർമ്മിപ്പിക്കരുതേ, റിയ പറഞ്ഞു. ഒരൊറ്റ ഉമ്മ എന്നതായിരുന്നു എൻ്റെ മറുപടി. എന്ത്? ഒരേ ഒരു ഉമ്മ. അതിനുശേഷം നമുക്ക് വെറും ചങ്ങാതിമാരായിരിക്കാം. ഞാൻ ഉറപ്പു തരാം. വെറും കൂട്ടുകാർ. അതെങ്ങനെ ശരിയാവും? അറിയില്ല. ഒരൊറ്റ ഉമ്മയുടെ കാര്യം എൻ്റെ തലയിൽ നിന്ന് കളയാൻ പറ്റുന്നില്ല. തനിക്ക് ഞാൻ എന്തോ ആണ് എന്ന് എനിക്ക് മനസ്സിലാവണം. തൻ്റെ അവസ്ഥയൊക്കെ എനിക്കറിയാം. വിവാഹമോചനം, അച്ഛൻ്റെ കാര്യം, പിന്നെ തൻ്റെ ജോലിയും. യാതൊന്നും ഞാൻ പ്രതീക്ഷിക്കില്ല. തന്നെ വെറുതെ വിട്ടോളാം. ഞാൻ വെറും ഒരു ചങ്ങാതിയായിരിക്കും. ഈ രീതിയിൽ തന്നെ വിലമതിക്കുകയും ചെയ്യും. എന്നാലും ഇപ്പോൾ ഒരൊറ്റ ഉമ്മ. റിയ കൈയടിച്ചു. എന്താ ഇത് മുഴുവൻ? ഇയാൾ ഇപ്പോൾ പറഞ്ഞത് ഇംഗ്ലീഷിലാണ്. എൻ്റെ ഈശ്വര, മാധവ്. ഒരു നിമിഷത്തേക്ക് ചുംബനത്തിൻ്റെ കാര്യം പോലും ഞാൻ മറന്നു. ആ വലിയ നേട്ടത്തെക്കുറിച്ചായി എൻ്റെ ആലോചന. അത് ശരിയാണല്ലോ, ഞാൻ അത്ഭുതത്തോടെ പറഞ്ഞു. ഉഗ്രൻ, റിയ പറഞ്ഞു. പെട്ടെന്ന് ഞാൻ യാഥാർത്ഥ്യത്തിലേക്ക് മടങ്ങി. അപ്പോൾ പിന്നെ ഒരൊറ്റ ഉമ്മ. പക്ഷേ ഞാൻ അവളുടെ ചുണ്ടിൽ വിരൽ വെച്ചു. പിന്നെ ഞാൻ മുന്നോട്ടാഞ്ഞ് അവളുടെ ചുണ്ടുകളിൽ വെച്ച് എൻ്റെ വിരൽ ചുംബിച്ചു. റിയയുടെ കണ്ണുകൾ ആശ്ചര്യഭാവത്തോടെ ഇമ വെട്ടി. ഞാൻ പതുക്കെ വിരൽ എടുത്തു മാറ്റി. അപ്പോൾ എൻ്റെ ചുണ്ടുകൾ അവളുടെ ചുണ്ടുകളിൽ. ഇതിനു മുമ്പ് ഞങ്ങൾ ചുംബിച്ചിട്ട് കൃത്യം 3 വർഷവും 4 മാസവും 11 ദിവസവും കഴിഞ്ഞിരിക്കുന്നു. അവൾ 2 കൈകൊണ്ടും എന്നെ ചുറ്റിപ്പിടിച്ചു, ബാലൻസ് സൂക്ഷിക്കാനെന്ന വണ്ണം. ചുംബനം മൃദുവായാണ് തുടങ്ങിയത്. പതുക്കെ പതുക്കെ അത് തീക്ഷ്ണമായി വന്നു. കവളകളും ചീവീടുകളും സംഗീതം മുഴക്കി. ഇളം കാറ്റ് ചടുലമായി വീശി. ഡുംറാവിലെ ആ രാത്രി ബീഹാറിലെ, ഒരുപക്ഷെ ലോകത്തിലെ തന്നെ എക്കാലത്തെയും ഏറ്റവും ഗംഭീരമായ ചുംബനത്തിന് സാക്ഷ്യം വഹിക്കുകയായിരുന്നു. റിയ സ്വന്തം മുഖം എൻ്റെ ചുമലിൽ പൂഴ്ത്തി. ചുംബനത്തേക്കാൾ അവൾക്കാവശ്യം ചേർത്തു പിടിക്കുകയാണ് എന്നെനിക്ക് തോന്നി. ഏറെ കാലമായി അവൾ ആരെയും ചേർത്തു പിടിച്ചിട്ടില്ലാത്തതുപോലെ. ഞാൻ അവളെ കൂടുതൽ മുറുകെ പിടിച്ചു. പറ്റിയ ഇടത്തെല്ലാം ഉമ്മ വെച്ചു. കവിളിൽ, കഴുത്തിൽ, ചുണ്ടിൽ. ഒരു നിമിഷം കഴിഞ്ഞ്, അതോ 1 മണിക്കൂറോ, അവൾ പതുക്കെ അനങ്ങി. അത് കുറച്ച് നീണ്ടുപോയി, റിയ പറഞ്ഞു. എന്നാലും ഒരൊറ്റ ഉമ്മയായേ കണക്കാക്കൂ. സംഗതി നന്നായിരുന്നില്ലേ? ഞാൻ ചോദിച്ചു. മാധവ്, എന്താ? ഒരേയൊരു ഉമ്മ എന്നാണ് ഇയാൾ പറഞ്ഞത്. അല്ലാതെ ഒരുമ്മ. അത് കഴിഞ്ഞ് അതിൻ്റെ ഗുണത്തെക്കുറിച്ചും അർത്ഥത്തെക്കുറിച്ചും ഇനിയും അത് ചെയ്യുന്നതിനെക്കുറിച്ചും അതിൽ മതിമറന്നതിനെക്കുറിച്ചുമെല്ലാമുള്ള ഒരു ചർച്ചയും എന്നല്ല. ഇയാൾക്ക് വേണ്ടി ഞാൻ ഇതിന് നിന്നു തന്നതാണ്. അതുകൊണ്ട് തന്നെ ഇയാൾ എനിക്ക് ആരോ ആണെന്ന് മനസ്സിലായല്ലോ. പക്ഷെ ദയവ് ചെയ്ത് ഇനിയും ഇക്കാര്യത്തെക്കുറിച്ച് ഒരിക്കലും സംസാരിക്കരുത്. ഈ വിഷയമേ പുറത്തെടുക്കരുത്. ഞാൻ ഞെട്ടലോടെ റിയയെ നോക്കി. രാജ്യത്തെ, ഒരു പക്ഷേ ലോകത്തിൽ തന്നെ ഏറ്റവും അവിശ്വസനീയമായ ചുംബനത്തെ ചെറിയൊരു വിലയിരുത്തൽ പോലുമില്ലാതെ ഇങ്ങനെ തള്ളിക്കളയാൻ പറ്റും. എന്നാലും ഞാൻ പറഞ്ഞു, ശരി, എഴുന്നേറ്റിരിക്കൂ.
റിയ പറഞ്ഞു. കയറ്റുകട്ടിലിൽ അവൾ ചമ്രം പടിഞ്ഞിരുന്നു. ഞാൻ അവൾക്കു നേരെയിരുന്നു. തെല്ലുമാറിയാണ്. ഇനിയും ഇടിച്ചു കയറും എന്ന തോന്നലുണ്ടാക്കണ്ട. റിയ എന്നെ നോക്കി പുഞ്ചിരിച്ചു. വളരെ നന്നായിരുന്നു, അവൾ പറഞ്ഞു. എന്ത്? നമ്മൾ ഇപ്പോൾ ചെയ്തത്? നമ്മൾ എഴുന്നേറ്റ് ചമ്രം പടിഞ്ഞിരുന്നു. അതാണോ നന്നായത്? റിയ പൊട്ടിച്ചിരിച്ചുകൊണ്ട് പറഞ്ഞു. അതെ, നമ്മൾ എഴുന്നേറ്റിരുന്ന രീതി വളരെ നന്നായി. ഹായ്, ഇയാളുടെ ഇരിപ്പ് കാണാൻ തന്നെ നല്ല ഗമയുണ്ട്. ഇങ്ങനെ നമ്മൾ മുമ്പും ഇരുന്നിട്ടുണ്ടല്ലോ. പക്ഷേ ഈ ഇരിപ്പിൻ്റെ ഗമ ഒന്ന് വേറെ തന്നെ. വളർച്ചയും പാകതയും വരുമ്പോൾ ആണുങ്ങളുടെ മിടുക്ക് കൂടും, റിയ പറഞ്ഞു. അല്ല, ഇരിപ്പിൻ്റെ കാര്യത്തിൽ? രണ്ടാളും ചിരിച്ചുപോയി. എനിക്ക് അവളെ ഒന്ന് തൊടണം എന്ന് തോന്നി. അവളുടെ വിരൽത്തുമ്പിൽ എൻ്റെ വിരൽത്തുമ്പ് കൊണ്ട് ചെറുതായൊരു സ്പർശം മതി. പക്ഷേ ഞാൻ അനങ്ങിയില്ല. അവളെ വീണ്ടും ചുംബിക്കാൻ സാധിച്ചു എന്ന് വിശ്വസിക്കാനേ കഴിയുന്നില്ല. ഞങ്ങൾ പഴയ സഹപാഠികളെക്കുറിച്ച് സംസാരിക്കാൻ തുടങ്ങി. അവരിൽ മിക്കവരുമായും ഉള്ള സമ്പർക്കമൊന്നും ഇല്ലാതായിരിക്കുന്നു. എന്നാലും ഞങ്ങൾ രണ്ടുപേരുടെയും കയ്യിലുള്ള അല്പസ്വല്പം വിവരങ്ങൾ പരസ്പരം കൈമാറി. 20 മിനിറ്റ് കഴിഞ്ഞപ്പോൾ റിയ ചുമച്ചു. 1, 2, പിന്നെയും 5 തവണ കൂടി. എന്താ, വല്ല കുഴപ്പവുമുണ്ടോ? ആ, കുറച്ച് തണുപ്പ് തോന്നുന്നുണ്ട്. റിയ പിന്നെയും ചുമയ്ക്കാൻ തുടങ്ങി. ഞാൻ കുറച്ച് വെള്ളം കൊണ്ടുവരാം. ഞാൻ താഴെ എൻ്റെ മുറിയിലേക്ക് ഓടിയിറങ്ങി ചെന്നു. എന്നിട്ട് ഒരു കുപ്പി വെള്ളവുമായി തിരികെ എത്തി. ഇപ്പോൾ അവൾ നെറ്റിയിൽ വലതു കൈയും വെച്ച് മലർന്നു കിടക്കുകയാണ്. എന്താ റിയ, തനിക്ക് സുഖമില്ലേ? ഞാൻ ചോദിച്ചു. അവൾ ഒന്നുകൂടി ചുമച്ചു. എന്നിട്ട് എഴുന്നേറ്റിരുന്ന് കുറച്ച് വെള്ളം കുടിച്ചു. ഞാൻ റിയയുടെ നെറ്റിയിൽ തൊട്ടു നോക്കി. പനിയൊന്നുമില്ല, ഞാൻ പറഞ്ഞു. ക്ഷീണം കൊണ്ടാവും. ഞാൻ തൻ്റെ വയ്യായിക കൂട്ടിയോ? ഞാൻ ചോദിച്ചു. ഇപ്പോൾ ആ ചുംബനം വേണ്ടായിരുന്നു എന്ന് കുറ്റബോധം തോന്നി. ഇല്ല, കുറച്ച് വിശ്രമിച്ചാൽ മതി, ശരിയാവും. റിയ വീണ്ടും നിർത്താതെ ചുമച്ചു. ഇത്തവണ കൂടുതൽ ശക്തിയിലാണ്. ഞാൻ അവളെ എഴുന്നേറ്റ് നിൽക്കാൻ സഹായിച്ചു. എന്നിട്ട് അതിഥി മുറിയിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. കുഴപ്പമൊന്നുമില്ലല്ലോ? ആരെങ്കിലും കൂടെ വേണം എന്നുണ്ടോ? റിയ പുഞ്ചിരിച്ചു. സൂത്രം കൊള്ളാം സർ. വേണ്ട, എനിക്കൊരു കുഴപ്പവുമില്ല. അതൊന്നുമല്ല ഉദ്ദേശിച്ചത്. വേണമെങ്കിൽ അമ്മയെ വിളിച്ചുണർത്താം. അയ്യോ, അതൊന്നും വേണ്ട. നന്നായി ഒന്ന് ഉറങ്ങണം, അത്രയേ ഉള്ളൂ. നാളെ നമ്മൾക്ക് സ്കൂളിൽ പോവണ്ടേ? തൻ്റെ അസുഖം കുറഞ്ഞാൽ. എനിക്കൊരു കുഴപ്പവുമില്ലെന്നേ. ഗുഡ് നൈറ്റ് മാധവ്, റിയ പറഞ്ഞു. ഗുഡ് നൈറ്റ് റിയ. വിട്ടുപോവാൻ മനസ്സു വരാതെ ഞാൻ പറഞ്ഞു. ഇങ്ങനെ ശ്രദ്ധ വയ്ക്കുന്നതിന് താങ്ക്സ്. അവളുടെ ശബ്ദത്തിൽ ഉറക്കച്ചടവ്. റിയ വാതിലടച്ചു. ഞാൻ എൻ്റെ മുറിയിലേക്ക് തിരിച്ചെത്തി. കട്ടിലിൽ നീണ്ടു നിവർന്നു കിടക്കുമ്പോൾ ചുണ്ടിൽ പതുക്കെയൊന്ന് തൊട്ടു. നക്ഷത്രജാലങ്ങൾക്കിടയിൽ ഞങ്ങളുടെ ചുണ്ടുകൾ പരസ്പരം ഒരുമിച്ചേർന്നതായിരുന്നു മനസ്സു നിറയെ. ഐ ലവ് യു റിയ സൊമാനി, ഞാൻ അറിയാതെ മന്ത്രിച്ചു, ഉറക്കത്തിലേക്ക് വഴുതി വീണുകൊണ്ട്. അപ്പോൾ ഇതാണ് പ്രസിദ്ധമായ ഡുംറാവ് റോയൽ സ്കൂൾ, റിയ പറഞ്ഞു. തേനീച്ചകളെപ്പോലെ മൂളിപ്പാറി നടക്കുന്ന 100 കണക്കിന് കുട്ടികളെ കണ്ട് അവൾ കണ്ണു തള്ളി നിൽക്കുകയാണ്. അങ്ങനെ റോയൽ എന്ന് പറയാൻ മാത്രമൊന്നുമില്ല, ഞാൻ പറഞ്ഞു. പക്ഷേ ഇത് നടത്തുന്നത് ഒരു രാജകുമാരനാണ് എന്നാണല്ലോ കേട്ടത്. റിയ എന്നെ നോക്കി പുഞ്ചിരിച്ചു. ഞാനാവട്ടെ ഇന്നലത്തെ കാര്യം ഓർമ്മിപ്പിക്കുന്ന മട്ടിൽ എല്ലാം അറിയുന്ന ഒരു നോട്ടം തിരിച്ചു നൽകി. സത്യത്തിൽ ഇന്നലത്തെ കാര്യം എന്നൊക്കെ പറയാൻ മാത്രം കാര്യമായൊന്നും സംഭവിച്ചിട്ടല്ല. എന്നാലും ചുംബനം തന്നെ. അക്കാര്യത്തെക്കുറിച്ച് ഇനി സംസാരിക്കില്ല എന്ന് നമ്മൾ തീരുമാനിച്ചതല്ലേ, റിയ പറഞ്ഞു. അതിന് ഞാനൊന്നും പറഞ്ഞില്ലല്ലോ. എന്നാൽ ഇയാളുടെ കണ്ണുകളോട് കൂടി പറയൂ മിണ്ടാതിരിക്കാൻ. രണ്ടും വല്ലാതെ സംസാരിക്കുന്നുണ്ട്. ഞാൻ ചിരിച്ചുപോയി. എങ്ങനെയുണ്ട് ചുമ? കുറവുണ്ട്. ഞങ്ങൾ 9 മണിക്ക് സ്കൂളിലെത്തിയതാണ്. അമ്മ എത്തി 2 മണിക്കൂർ കഴിഞ്ഞ്. റിയ രാവിലെ എഴുന്നേക്കാൻ വല്ലാതെ വൈകി. അവൾക്ക് വഴി അറിയാത്തത് കാരണം ഞാൻ കാത്തു നിൽക്കേണ്ടി വന്നു. ആദ്യം റിയ സ്കേർട്ടും ടോപ്പും ഇട്ടാണ് ഒരുങ്ങിയത്. പക്ഷെ അത് മാറ്റി സൽവാർ കമീസും ഇടാൻ ഞാൻ പറഞ്ഞു. കുട്ടികൾക്ക് പ്രശ്നമൊന്നും ഉണ്ടായിട്ടല്ല. പക്ഷെ പ്രിൻസിപ്പളിന്, അതായത് സാക്ഷാൽ റാണി സാഹിബയ്ക്ക് പിടിക്കാനിടയില്ല. ഇട്ട വസ്ത്രം അമ്മയ്ക്ക് ശരിക്ക് ബോധിക്കണമല്ലോ. അതുകൊണ്ട് റിയ ഒരു തൂവെള്ള ചിക്കൻ സൽവാർ കമീസിലേക്ക് മാറി. ഞങ്ങൾ സ്റ്റാഫ് റൂമിലേക്ക് കയറി ചെന്നു. ഓ, അവസാനം എത്തിയല്ലോ. വരൂ വരൂ, സ്വാഗതം, അമ്മ പറഞ്ഞു. ആ ശബ്ദത്തിലെ പരിഹാസം ഞാൻ കേട്ടില്ലെന്ന് നടിച്ചു. റിയയും എന്നോടൊപ്പം അമ്മയെ അഭിവാദ്യം ചെയ്തു.
എന്നാൽ അമ്മ മുന്നിലെ നോട്ട് പുസ്തകങ്ങളിൽ നിന്ന് മുഖമുയർത്താതെ തല കുലുക്കിയതേ ഉള്ളൂ. ഞാൻ റിയയെ മറ്റ് സ്റ്റാഫ് അംഗങ്ങൾക്ക് പരിചയപ്പെടുത്തി. താരാചന്ദ്ജി സമയമായപ്പോൾ ബെല്ലടിച്ചു. അമ്മ എഴുന്നേറ്റു. അമ്മ എങ്ങോട്ടാ? ഇപ്പോൾ എൻ്റെ പീരീഡല്ലേ. അതിന് നീ ഇന്ന് ജോലി ചെയ്യുന്നുണ്ടോ? അമ്മ ചോദിച്ചു. പിന്നില്ലാതെ. അത് നന്നായി. എനിക്കൊരു 100 പുസ്തകമെങ്കിലും നോക്കി തീർക്കാനുണ്ട്. അമ്മ വീണ്ടും കസേരയിൽ തന്നെ ഇരുന്നു. റിയ ഇവിടെ ഇരുന്നാൽ കുഴപ്പമില്ലല്ലോ? ഞാൻ ചോദിച്ചു. ഓ, ഞാൻ ഇവിടെയൊക്കെ ചുറ്റി നടന്നോളാം, റിയ പറഞ്ഞു. അതൊന്നും കുഴപ്പമില്ല, അമ്മ സമ്മതിച്ചു. അല്ലെങ്കിൽ ഈ പുസ്തകങ്ങൾ നോക്കാൻ ഞാനും കൂടി സഹായിച്ചാലോ? അമ്മ മുഖമുയർത്തി കണ്ണട താഴ്ത്തി അതിനു മുകളിലൂടെ നോക്കി. സഹായിക്കുകയോ? കുറച്ച് പുസ്തകം ഞാനും നോക്കാം. എടുത്തോട്ടെ. വളരെ സാവധാനം അമ്മ ഒരു അട്ടി പുസ്തകം റിയയ്ക്കു നേരെ തള്ളി നീക്കി. ഞാൻ പുഞ്ചിരിച്ചു. റാണി സാഹിബയുടെ ഹൃദയവും അലിയും. അപ്പോൾ എൻ്റെ മനസ്സിൽ ഒരു സാങ്കല്പിക ചിത്രം തെളിഞ്ഞു. ബിൽ ഗേറ്റ്സിൻ്റെ ഗ്രാന്റ് കിട്ടിക്കഴിഞ്ഞ് എന്നും ഞങ്ങൾ 3 പേരും സ്കൂളിൽ ഒന്നിച്ച്. എന്തായാലും സങ്കല്പിക്കുകയാണെങ്കിൽ ലക്ഷണമൊത്ത സങ്കല്പം തന്നെ ആവാമല്ലോ. റിയയും അമ്മയും ഞാനും കൂടി ചിരിച്ചു രസിച്ചിരുന്ന് നോട്ട് പുസ്തകങ്ങൾ തിരുത്തുന്നത് അങ്ങനെ ഞാൻ ഭാവനയിൽ കണ്ടു. റിയയും ഞാനും ചേർന്ന് സ്കൂൾ കുട്ടികളെ ബാസ്കറ്റ്ബോൾ പരിശീലിപ്പിക്കുന്നതും. ഏയ് മാധവ്! അമ്മയുടെ ശബ്ദം എൻ്റെ പകൽ സ്വപ്നം മുറിച്ചു. ക്ലാസ്? പോവുകയായി. ആരാ ആ ചേച്ചി? 3ാം ക്ലാസ്സിലെ ഒരു കൊച്ചു പെൺകുട്ടി ചോദിച്ചു. 3ഉം 4ഉം 5ഉം ക്ലാസ്സുകാരെ ഒന്നിച്ചിരുത്തിയാണ് ഞാൻ പഠിപ്പിക്കാറ്. വേണ്ടത്ര അധ്യാപകരും ക്ലാസ് മുറികളും ഇല്ലാത്തതുകൊണ്ട് പുതിയൊരു രീതി കണ്ടെത്തുകയായിരുന്നു. ബ്ലാക്ക് ബോർഡിനെ 3 ഭാഗമായി തിരിച്ചിരിക്കുകയാണ്. ഓരോ ക്ലാസ്സിനും ഓരോ ഭാഗം. ഒരു ക്ലാസ്സിന് ഒരു പാഠം പറഞ്ഞു കൊടുത്ത ശേഷം ഞാൻ അവർക്ക് ബോർഡിൽ ഒരു കണക്ക് ഇട്ട് കൊടുക്കും. അവർ അത് ചെയ്യുന്നതിനിടയിൽ ഞാൻ അടുത്ത ക്ലാസ്സുകാരിലേക്ക് കടക്കും. കുട്ടികളെ പഠിപ്പിക്കാനുള്ള ഏറ്റവും നല്ല മാർഗമൊന്നുമല്ല എന്നറിയാം. എന്നാലും കുട്ടികൾക്ക് അത് ശീലമായി കഴിഞ്ഞിരുന്നു. ആ ചേച്ചി ഡൽഹിയിൽ എൻ്റെ കൂടെ പഠിച്ചതാണ്. ഇവിടെ നിനക്ക് ക്ലാസ്മേറ്റ്സുകൾ ഉള്ളതുപോലെ തന്നെ, ഞാൻ പറഞ്ഞു. എന്തൊരു ഭംഗിയാ കാണാൻ. ഷബ്നം എന്ന വേറൊരു 3ാം ക്ലാസ്സുകാരിയുടെ കമന്റ്. ഡൽഹിയിലെ പെണ്ണുങ്ങളൊക്കെ ഇങ്ങനെ സുന്ദരിമാരാണോ? ഞാൻ പുഞ്ചിരിച്ചു. ഡുംറാവിലെ പെൺകുട്ടികൾ സുന്ദരിമാരായതുപോലെ തന്നെ. ഡൽഹിക്കാരി പെൺകുട്ടികളെല്ലാം ഇങ്ങനെ ഉയരക്കാരാണോ? ഏയ് അല്ലല്ല. 9ന്റെ ഗുണകോഷ്ടം കാണാതെ എഴുതാൻ പഠിച്ചവർ മാത്രം. ക്ലാസ് മുഴുവൻ ചിരിയായി. എല്ലാവരും പാഠത്തിലേക്ക് മടങ്ങി. ഞാൻ 4ാം ക്ലാസ്സുകാർക്കിടയിലേക്ക് നീങ്ങി. അതു കഴിഞ്ഞ് 5ാം ക്ലാസ്സുകാർ. 40 മിനിറ്റ് പഠിപ്പിച്ചു കഴിഞ്ഞപ്പോൾ ഒന്ന് വിശ്രമിക്കാനിരുന്നു. അപ്പോഴേക്കും 3 ക്ലാസ്സുകാർക്കും ചെയ്തു പഠിക്കാനുള്ള കുറേ ജോലികൾ ഏൽപ്പിച്ചു കഴിഞ്ഞിരുന്നു. അവർ അതും വച്ചിരുന്നോളും. മാധവ് സർ, ഷബ്നത്തിൻ്റെ അടുത്തിരിക്കുന്ന ഒരു കുതിരവാൽ മുടിക്കാരി പറഞ്ഞു. എന്താ? ആ കൂട്ടുകാരിയെ ക്ലാസ്സിലേക്ക് കൊണ്ടുവരാമോ? അതെന്തിനാ? പ്ലീസ്. വേണ്ട വേണ്ട, ഇപ്പോൾ പഠിക്കാനുള്ള സമയമാണ്. വേറെയും 2 പെൺകുട്ടികൾ അവരുടെ പക്ഷം ചേർന്നു. പ്ലീസ് എന്ന് പറയാൻ തുടങ്ങി. ഉടൻ തന്നെ ക്ലാസ് മുഴുവൻ എന്നെ പ്രീതിപ്പെടുത്താൻ പ്ലീസ് 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 എന്ന് മന്ത്രോച്ചാരണം നടത്താൻ തുടങ്ങി. കഴിഞ്ഞ ആഴ്ചയാണ് ഞാൻ ഈ പിള്ളേരെ നല്ല മര്യാദകൾ പറഞ്ഞു പഠിപ്പിച്ചത്. ഇപ്പോൾ അന്ന് പഠിച്ച പ്ലീസ് എൻ്റെ നേരെ തന്നെ പ്രയോഗിക്കുകയാണ്. ശരി ശരി, ആ ചേച്ചിയെ കൊണ്ടുവരാം. പക്ഷെ ഒരു കാര്യം, എല്ലാവരും ഒരക്ഷരം മിണ്ടാതിരുന്ന് ചെയ്യാനുള്ള ജോലി ചെയ്തോളണം. എല്ലാവരും തലകുലുക്കി ചുണ്ടിൽ വിരലും വച്ചിരിപ്പായി. ഞാൻ ക്ലാസ് മുറിയിൽ നിന്നിറങ്ങി. ഉടൻ അകത്തു ബഹളവും തുടങ്ങി. അമ്മയും റിയയും നിശബ്ദരായി ഇരിപ്പാണ്. 2 പേരും നോട്ട്ബുക്കുകൾ പരിശോധിക്കുന്ന തിരക്കിലാണ്. റിയ, കുട്ടികൾക്ക് തന്നെ കാണണമത്രേ. എന്നെയോ? അതെന്തിനാ? റിയ അത്ഭുതത്തോടെ തല ഉയർത്തി. വെറുതെ കൗതുകം കൊണ്ടാവണം. റിയ അമ്മയെ നോക്കി. ആ മുഖത്ത് യാതൊരു പ്രതികരണവുമില്ല. ഞാൻ അവളുടെ കൈ പിടിച്ചു വലിച്ചു. വരൂന്നേ. റിയയും ഞാനും സ്റ്റാഫ് റൂമിൽ നിന്ന് പുറത്തേക്കിറങ്ങി. അമ്മയുമായി ഒത്തുപോകാൻ പറ്റുന്നുണ്ടോ? എന്തേ ചോദിക്കാൻ? നല്ല സ്വീറ്റ് അമ്മയല്ലേ. കണ്ടാൽ കർശനക്കാരിയാണെങ്കിലും ഉള്ളിൽ പാവമാണ്. എന്തിനാ മാധവ് ഇതൊക്കെ എന്നോട് പറയുന്നത്? ഒന്നുമില്ല, വെറുതെ. ഞങ്ങൾ ക്ലാസ്സിലെത്തി. കുട്ടികൾ കൈയടിച്ചു. ഹലോ, എൻ്റെ പേര് റിയ, ഞാൻ പറഞ്ഞു. എന്നിട്ട് അവർക്കൊപ്പം എത്താൻ നിലത്തു കുത്തിയിരുന്നു. ചേച്ചിയെ കാണാൻ എന്തു ഭംഗിയാ, ഷബ്നം നാണത്തോടെ പറഞ്ഞു. റിയ ഷബ്നത്തിൻ്റെ മൂക്ക് പിടിച്ചു കശക്കി. നിന്നെപ്പോലെ തന്നെ.
ശബ്നം ആകെ നാണിച്ചു തുടുത്തുപോയി. റിയ ശബ്നത്തിന്റെ അടുത്തിരിക്കുന്ന കുട്ടിയെ നോക്കി. വലുതാവുമ്പോൾ മോൾക്ക് ആരാവാനാ ഇഷ്ടം? ആ പെണ്ണ് ശബ്നത്തിന്റെ മടിയിൽ മുഖം പൂഴ്ത്തി. റിയ പൊട്ടിച്ചിരിച്ചു. വേറൊരു കുട്ടിയോട് ചോദ്യം ആവർത്തിച്ചു. അമ്മ. എനിക്കൊരു അമ്മയായാൽ മതി. ആ കുട്ടിയുടെ മറുപടി. പിന്നെ എന്ന് പറഞ്ഞാൽ ഡോക്ടർ, എഞ്ചിനീയർ, ഡാൻസർ, അങ്ങനെ എന്താവാനാ ഇഷ്ടം? ആ പെൺകുട്ടി ഒരു നിമിഷം ആലോചിച്ചു. ടീച്ചറായാൽ മതി, പെട്ടെന്ന് അവൾ പറഞ്ഞു. മിടുക്കി. റിയ അവളുടെ പുറത്തു തട്ടി. റിയയും ഞാനും സ്റ്റാഫ് റൂമിലേക്ക് മടങ്ങി. അമ്മയും മറ്റ് അധ്യാപകരും ക്ലാസ് എടുക്കാൻ പോയിരുന്നു. സ്റ്റാഫ് റൂമിൽ ഞാനും റിയയും മാത്രം. നീളൻ മേശയ്ക്കരികിൽ ഞങ്ങളിരുന്നു. റിയ വീണ്ടും ചുമച്ചു. തനിക്കെന്തോ കുഴപ്പമുണ്ടെന്ന് തോന്നുന്നു, ഞാൻ പറഞ്ഞു. ഒരു പ്രശ്നവും ഉണ്ടായിരുന്നതല്ല, എന്തു പറ്റിയതാണാവോ, റിയ പറഞ്ഞു. എന്നിട്ട് വീണ്ടും നിർത്താതെ ചുമയ്ക്കാൻ തുടങ്ങി. നമുക്കൊരു ഡോക്ടറെ കാണാം. ഡോക്ടറെ ഞാൻ പട്നയിൽ പോയി കണ്ടോളാം. റിയ കെട്ടിടത്തിന് പുറത്തിറങ്ങി ചുറ്റും നോക്കി. ഇവിടെ ടോയ്ലറ്റ് ഒന്നുമില്ല. കുട്ടികൾ സാധാരണ ആ മൂലയാണ് ഉപയോഗിക്കാറ്. അല്ലെങ്കിൽ പുറത്തെ പാടത്തേക്ക് പോകും. അവളുടെ ഒപ്പമെത്തി ഞാൻ പറഞ്ഞു. റിയ ചുമച്ചുകൊണ്ട് തന്നെ പാടത്തിന് നേരെ നടന്നു. അവളുടെ ശരീരം കുലുങ്ങുന്നത് അകലെ നിന്ന് കാണാം. ഞാൻ അടുത്തേക്ക് ഓടിച്ചെന്നു. അവൾ എന്നെ തിരിഞ്ഞു നോക്കി പുഞ്ചിരിച്ചു. കുഴപ്പമൊന്നുമില്ലെന്നേ. ശരിക്കൊന്ന് ചുമച്ചു തുപ്പിയാൽ മതി. കഫം തുപ്പിക്കളയൂ. സോറി, ഞാൻ വല്ലാതെ തറ മട്ടായിപ്പോയി. ഓ കേൾക്കണ്ട, ഞാൻ മുഖം കോട്ടി. എനിക്ക് തിരിച്ചു പോണം, റിയ പറഞ്ഞു. ഒറ്റയ്ക്കോ? ഞാനും കൂടെ വരാം. റിയ ചിരിച്ചുകൊണ്ട് പുറത്തു തട്ടി. നല്ല കുട്ടി. എന്തായാലും അതൊന്നും വേണ്ട. ഇത് വെറും അലർജിയാ. എന്നാലും ഞാൻ കൂടി വരാം. റിയ എൻ്റെ ചുമലിൽ പിടിച്ച് തിരിച്ചു നിർത്തി. ഇയാൾക്ക് ഇവിടെ ക്ലാസ് എടുക്കാനുണ്ട്. ഏയ് മിസ്റ്റർ, ആ പെമ്പിള്ളേരെല്ലാം കൂടി തിരിഞ്ഞു വരുന്നതിന് മുമ്പ് വേഗം അകത്ത് കയറി പോകൂ.